ഇന്ത്യയുടെ ചരിത്രം ഒരു കഥയുടെ രൂപത്തിൽ അവതരിപ്പിക്കുന്ന ഈ വീഡിയോ സീരീസിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ സീരീസിനായി ഞാൻ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്ന റെഫറൻസ് മനു എസ് പിള്ളയുടെ റിബൽ സുൽത്താൻമാരെന്ന പുസ്തകമാണ്. ഇതിനു പുറമെ വേറെയും ഒരുപാട് റെഫറൻസുകൾ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. കാരണം ഈ പുസ്തകം ഒരു കഥയുടെ രൂപത്തിലല്ല, ചരിത്രത്തെ ഒരു കഥയുടെ രൂപത്തിലേക്കാക്കി മാറ്റാൻ വേറെയും കുറേ റെഫറൻസുകൾ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ സീരീസ് ഞാൻ നിർമ്മിച്ചിരിക്കുന്നത്. കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ പറഞ്ഞത് മാംലൂക്ക് അല്ലെങ്കിൽ സ്ലേവ് ഡൈനാസ്റ്റിയുടെ തകർച്ചയാണ്. 1290 ജലാലുദ്ദീൻ ഫിറോസ് ഖിൽജിയുടെ നേതൃത്വത്തിലാണ് സ്ലേവ് ഡൈനാസ്റ്റിയെ പൂർണ്ണമായിട്ടും തുടച്ചു മാറ്റി ഖിൽജി ഡൈനാസ്റ്റി സ്ഥാപിക്കുന്നത്. അദ്ദേഹത്തിന് അപ്പോൾ 70 വയസ്സ് പ്രായമുണ്ടായിരുന്നു. മാത്രമല്ല, ആ കാലഘട്ടത്തിലെ സാമൂഹിക അവസ്ഥയിൽ അല്പം താഴെ നിൽക്കുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം. ആ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുണ്ടായിരുന്നത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഏറ്റവും ഉയർന്ന സ്റ്റാറ്റസ് ഉണ്ടായിരുന്നത് തുർക്കിഷ് വംശജരായിട്ടുള്ള നോബിൾസിനായിരുന്നു. എന്നാൽ ഇദ്ദേഹം തുർക്കിഷാണ്, പക്ഷേ ഹാഫ് തുർക്കിഷാണ്, ഹാഫ് അഫ്ഗാനിയാണ്. അതുകൊണ്ട് തന്നെ നോബിൾസിന് ഇദ്ദേഹത്തോട് കാര്യമായിട്ടുള്ള ഒരു റെസ്പെക്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ 70 വയസ്സുകാരൻ്റെ പക്വതയുള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. ഒട്ടും ക്രൂരനായിരുന്നില്ല. മറ്റ് സുൽത്താൻമാരെ വെച്ച് നോക്കുകയാണെങ്കിൽ വളരെയധികം ദയാലുവായിരുന്നു. മുൻപുള്ള കാലഘട്ടങ്ങളിൽ എന്തെങ്കിലും ഒരു ചെറിയ കുറ്റത്തിന് പോലും ക്രൂരമായിട്ട് ശിക്ഷിച്ചിരുന്നു, അവരെ കൊന്നു തള്ളിയിരുന്നു. സുൽത്താൻ്റെ നേർക്ക് നോക്കുന്ന സമയത്ത് ബഹുമാനത്തിൻ്റെ ഒരല്പം കുറവുണ്ടെന്ന് തോന്നിയാൽ പോലും, അതിൻ്റെ ഒരു ചെറിയ സംശയം ഉണ്ടായാൽ പോലും അങ്ങനെയുള്ള ആ നോക്കുന്ന വ്യക്തിയെ കൊന്നു തള്ളിയിരുന്നു. പക്ഷേ അതിനൊക്കെ തീർത്തും വ്യത്യസ്തമായി വളരെയധികം ദയാലുവായിരുന്ന ഒരു വ്യക്തിയാണ്. വധശിക്ഷ കൊടുത്തിരുന്നു, എന്നാൽ അത് അത്രയും ഒഴിവാക്കാൻ സാധിക്കാത്ത ക്രൂരമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾക്ക് വേണ്ടി മാത്രമായിരുന്നു. കൂടുതൽ പേരുടെയും തെറ്റുകൾ അദ്ദേഹം പൊറുത്തു. അദ്ദേഹം അവർക്ക് മാപ്പ് കൊടുത്ത് അവർക്ക് ജീവിക്കാനുള്ള പല സാഹചര്യങ്ങളും ഉണ്ടാക്കി കൊടുക്കാനും അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു. ജലാലുദ്ദീൻ ഖിൽജി അധികാരത്തിലേറി വെറും 2 വർഷങ്ങൾ കഴിഞ്ഞ് 1292 ആയപ്പോൾ മംഗോൾസിൻ്റെ ഭാഗത്തു നിന്നും നോർത്ത് വെസ്റ്റിൽ നിന്നും ആക്രമണമുണ്ടായി. സിന്ധു നദി നീന്തിക്കടന്ന് അവർ പഞ്ചാബിൽ എത്തിച്ചേർന്നു. സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള ആക്രമണം ഉണ്ടാകുമ്പോൾ ഒരു കമാൻഡറിന് നേതൃത്വം നൽകിക്കൊണ്ട് ഒരു വലിയ സേനയെ അങ്ങോട്ട് അയക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ജലാലുദ്ദീൻ ഖിൽജി സ്വയം അതിന് നേതൃത്വം നൽകി. ഒരു വലിയ സേനയുമായിട്ട് അദ്ദേഹം സിന്ധു നദിയുടെ തീരത്തേക്ക് അല്ലെങ്കിൽ പഞ്ചാബ് പ്രവിശ്യയിലേക്ക് പ്രവേശിച്ചു. നോബിൾസ് പോലും കൈയടിച്ചു പോയി. നോബിൾസിന് അദ്ദേഹത്തോട് വലിയ ബഹുമാനമൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ ഇത് അവർക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതിനും അപ്പുറമായിരുന്നു. 72 വയസ്സ് പ്രായമുണ്ട്. ഈ കാലഘട്ടത്തിൽ പോലും 2025 പോലും 72 വയസ്സെന്ന് പറയുന്നത് അത്യാവശ്യം പ്രായമുള്ളൊരു വ്യക്തിയാണ്. അപ്പോഴാണ് വർഷങ്ങൾക്ക് മുമ്പ് 1292 72 വയസ്സുകാരനായിട്ടുള്ള ഒരു വ്യക്തി. അദ്ദേഹം ധൈര്യത്തോടു കൂടി തന്നെ യുദ്ധത്തിലേക്ക് കടക്കുകയും ആ യുദ്ധത്തിൽ മംഗോൾസിനെ നിഷ്പ്രഭമാക്കുകയും ചെയ്തു. ശക്തനായിട്ടുള്ള ധീരനായിട്ടുള്ള ഒരു പോരാളിയായിരുന്നു ജലാലുദ്ദീൻ ഖിൽജി. മംഗോൾസിനെ നശിപ്പിക്കുകയും അവിടെ നിന്ന് കുറച്ചധികം മംഗോൾസിനെ പിടിച്ചുകെട്ടി ഡൽഹിയിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. സാധാരണഗതിയിൽ ഇങ്ങനെ മംഗോൾസിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എല്ലാവരെയും സാക്ഷി നിർത്തിക്കൊണ്ട് തന്നെ അവരുടെ കഴുത്തറക്കുന്നതാണ് പതിവ്. അല്ലെങ്കിൽ അവരെ തടവിലാക്കും. തടവിലാക്കിയാലും കുറേയധികം കാലം കഴിയുമ്പോൾ അവരെയൊക്കെ കൊന്നുകളയും. എന്നാൽ എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ട് ജലാലുദ്ദീൻ ഖിൽജി ആ മംഗോൾസിനെല്ലാവർക്കും മാപ്പ് കൊടുത്തു. എല്ലാവർക്കും മാപ്പ് കൊടുത്തു എന്ന് മാത്രമല്ല, അവർക്ക് ഭൂമി പോലും വിട്ടുകൊടുത്തു. അവർക്ക് ഭൂമി കൊടുത്ത് അവിടെ താമസിക്കാനുള്ള അവകാശം കൊടുത്തു. ഡൽഹി സുൽത്താനേറ്റിലെ അംഗങ്ങളായിട്ട്, അവിടുത്തെ സിറ്റിസൺസായിട്ട് ഈ മംഗോൾസിന് ജീവിതകാലം കഴിച്ചുകൂട്ടാം. എല്ലാവരും ഞെട്ടിപ്പോയി. കാരണം മംഗോൾസിനെ ആ കാലഘട്ടത്തിലെ ഡൽഹി സുൽത്താനേറ്റിലുള്ള സകലരും വളരെ ഭയപ്പെടേണ്ട ക്രൂരന്മാരായിട്ടുള്ള വ്യക്തികളായിട്ടാണ് കണ്ടിരുന്നത്. അങ്ങനെയുള്ള മംഗോൾസിനെയാണ് അവരോടൊപ്പം താമസിക്കാനുള്ള അവസരം ഒരുക്കി കൊടുക്കുന്നത്. ഇങ്ങനെ പുതുതായിട്ട് ഡൽഹി സുൽത്താനേറ്റിൻ്റെ അന്തേവാസികളായിട്ട് മാറിയിട്ടുള്ള അവർ നവ് മുസൽമാൻസ് എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. ഈ കാലഘട്ടത്തിലും അവരുടെ പിൻഗാമികൾ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഉണ്ട്. ഡൽഹി സുൽത്താനേറ്റ് ആ കാലഘട്ടത്തിൽ തന്നെ നല്ല വലിപ്പമുള്ള ഒരു പ്രദേശമാണ്. ആ വലിപ്പമുള്ള രാജ്യത്തെ ഒറ്റയ്ക്കൊരു സുൽത്താൻ ഒരിക്കലും ഭരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ മുൻകാലത്തുണ്ടായിരുന്ന സുൽത്താൻമാർ ചെയ്തതുപോലെ ആ രാജ്യത്തെ പല പ്രവിശ്യകളായിട്ട് തിരിച്ച് ഓരോ പ്രവിശ്യയിലും ഓരോ ഗവർണർമാർക്ക് അധികാരം കൊടുത്തു. അത്തരത്തിൽ കയറി വന്ന ഒരു വ്യക്തിയാണ് അലാവുദ്ദീൻ ഖിൽജി. അദ്ദേഹത്തിന് ലഭ്യമായത് ഖാര എന്ന് പറയുന്ന പ്രദേശമാണ്. ഈ പ്രദേശം ഇന്ന് ഉത്തർപ്രദേശിൻ്റെ ഭാഗമാണ്, അല്ലെങ്കിൽ ഉത്തർപ്രദേശിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മേഖലയാണ്. അലാവുദ്ദീൻ ഖിൽജി ജലാലുദ്ദീൻ ഖിൽജിയുടെ അനന്തരവനാണ്, മരുമകനാണ്. അലാവുദ്ദീൻ ഖിൽജിക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്.
അദ്ദേഹത്തിന് കുറേ കൂടി പ്രദേശങ്ങൾ വെട്ടിപ്പിടിക്കണം, ലോകത്തിൽ തന്നെ ഏറ്റവും ധനികനായിട്ട് മാറണം, എന്തിന് ഈ ലോകത്തെ തന്നെ ഒറ്റയ്ക്ക് ഭരിക്കാൻ സാധിക്കണം. ആ കാലഘട്ടത്തിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും സമ്പന്നമായിട്ടുള്ള ഒരു പ്രദേശം ദേവഗിരിയാണ്. ഇന്നത്തെ മഹാരാഷ്ട്രയിലാണ് ദേവഗിരി സ്ഥിതി ചെയ്യുന്നത്. ദേവഗിരി കീഴടക്കാൻ സാധിച്ചാലോ? ദേവഗിരി കീഴടക്കുന്നത് വളരെ പ്രയാസകരമായിട്ടുള്ളൊരു ദൗത്യമാണ്. കാരണം അവിടുത്തെ സൈന്യം അതിശക്തമാണ്. അതൊരു ഫോർട്ട് സിറ്റിയാണ്, അതായത് അതിന് ചുറ്റും വലിയ ഫോർട്ടുകൾ പണിതിട്ടുണ്ട്. ആ ഫോർട്ടുകൾ ഭേദിച്ച് അതിൻ്റെ ഉള്ളിൽ കയറി അവരെയൊക്കെ കീഴ്പ്പെടുത്തുക എന്നുള്ളത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. രാജ്പൂത് വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളുകളാണ് അവിടെ ഭരിക്കുന്നത്. അവർ അതിശക്തരുമാണ്, ധീരന്മാരുമാണ്. അവരെ കീഴടക്കാൻ വളരെ പ്രയാസമാണ്. നേരിട്ടുള്ള മാർഗത്തിലൂടെ അവരെ ആക്രമിക്കാൻ സാധിക്കില്ല, എന്നാൽ ഒരു വളഞ്ഞ വഴിയിലൂടെ അവരെ ആക്രമിക്കാൻ സാധിക്കും. മധ്യപ്രദേശിൽ സ്ഥിതി ചെയ്യുന്ന ഒരു രാജ്യമാണ്, ആ കാലഘട്ടത്തിലെ ഒരു രാജ്യമാണ് ചന്ദേരി. ചന്ദേരി ലക്ഷ്യം വെച്ചുകൊണ്ട് 10,000-ഓളം വരുന്ന കുതിരപ്പടയുമായി അലാവുദ്ദീൻ ഖിൽജി യാത്ര പുറപ്പെട്ടു. ആ കാലഘട്ടത്തിൽ എല്ലാ മേഖലകളിലും സ്കൗട്ടുകളും ചാരന്മാരുമുണ്ട്. ഓരോ സാമ്രാജ്യത്തിൻ്റെയും ചാരന്മാർ വിവിധ മേഖലകളിൽ വിവിധ രൂപത്തിൽ അവിടെയും ഇവിടെയും ഒക്കെ കാണാം. ആർക്കും അത് തിരിച്ചറിയാൻ പോലും സാധിക്കില്ല. നോക്കുമ്പോൾ ഒരു ഭിക്ഷക്കാരനായിരിക്കാം, അല്ലെങ്കിൽ ഒരു കച്ചവടക്കാരനായിരിക്കാം, എന്നാൽ യഥാർത്ഥത്തിൽ അതൊരു ചാരനായിരിക്കും. അത്തരത്തിലുള്ള ചാരന്മാരെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു അലാവുദ്ദീൻ ഖിൽജിയുടെ തന്ത്രം. ചന്ദേരിയെ ആക്രമിക്കാൻ പോകുന്നു എന്നാണ് എല്ലാവരും കരുതിയത്. ചന്ദേരിയിൽ ആ ആക്രമണത്തിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നടപ്പിലാക്കി. പക്ഷേ ചന്ദേരി ആയിരുന്നില്ല ഇവരുടെ ഉദ്ദേശ ലക്ഷ്യം. ചന്ദേരിക്ക് വളരെ അരികിലെത്തിയ സമയത്ത് അവർ അവിടെ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് മറ്റൊരു പ്രദേശത്തേക്ക് സഞ്ചരിക്കാൻ തുടങ്ങി. അവരുടെ സഞ്ചാരം മുഴുവനും ആരും അങ്ങനെ സഞ്ചരിക്കാത്ത റൂട്ടുകളിലൂടെയായിരുന്നു. പ്രധാനപ്പെട്ട നഗരങ്ങളൊക്കെ അവർ സ്കിപ്പ് ചെയ്തു. വളരെയധികം ദുർഘടം പിടിച്ച വഴിയിലൂടെ സഞ്ചരിച്ചിട്ട് പോലും ഏതാനും ആഴ്ചകൾ കൊണ്ട് അവർക്ക് 800 കിലോമീറ്ററോളം യാത്ര ചെയ്യാൻ സാധിച്ചു. ദേവഗിരി ആ കാലഘട്ടത്തിൽ ഭരിച്ചിരുന്നത് യാദവ ഡൈനാസ്റ്റിയാണ്. യാദവ ഡൈനാസ്റ്റിക്ക് ആ കാലഘട്ടത്തിൽ നേതൃത്വം നൽകിയിരുന്നത് ഹരിചന്ദ്ര ദേവ എന്ന രാജാവുമാണ്. ഹരിചന്ദ്ര രാജ ആ കാലഘട്ടത്തിൽ തന്നെ, അല്ലെങ്കിൽ ആ സമയത്ത് തന്നെ ദേവഗിരിയിലുണ്ട്. ഈ യുദ്ധത്തിൻ്റെ കാര്യമൊന്നും അദ്ദേഹം അറിയുന്നില്ല. വളരെ വൈകി ശത്രുക്കൾ തൻ്റെ ഫോർട്ടിന് വളരെ അരികിലെത്തുന്ന ആ സമയം മാത്രമാണ് യുദ്ധം നടക്കാൻ പോകുന്നു എന്ന വിവരം അദ്ദേഹം തിരിച്ചറിയുന്നത്. ആ ഫോർട്ടിൽ സൈനികരുണ്ട്, പക്ഷേ അത് ഗാരിസൺ സോൾജേഴ്സ് മാത്രമാണ്. ഫോർട്ടിനെ സംരക്ഷിക്കാൻ വേണ്ടി ഏർപ്പാടാക്കിയിട്ടുള്ള വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സൈനികർ മാത്രമേ അവിടെയുള്ളൂ. ആ സൈനികരെ ഉപയോഗിച്ചുകൊണ്ട് ഒരിക്കലും അലാവുദ്ദീൻ ഖിൽജിയുടെ ആ 10,000-ഓളം വരുന്ന കുതിരപ്പടയെ തോൽപ്പിക്കാൻ സാധിക്കില്ല. അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും സാധിക്കുകയില്ല. അലാവുദ്ദീൻ ഖിൽജി ഫോർട്ടിൻ്റെ തൊട്ട് മുൻപിലെത്തി. ഒരു സൈനിക ഉദ്യോഗസ്ഥനെ അദ്ദേഹം ഉള്ളിലേക്ക് ഒരു സന്ദേശം അറിയിക്കാനായിട്ട് എത്തിച്ചു. സന്ദേശം ഇപ്രകാരമായിരുന്നു: കീഴടങ്ങുക, അല്ലെങ്കിൽ ഞങ്ങളെ ആക്രമിക്കാൻ അനുവദിക്കുക. ഹരിചന്ദ്ര തിരിച്ചും ഒരു മറുപടി കൊടുത്തു. അദ്ദേഹം പറഞ്ഞു, ഞങ്ങളെ ആക്രമിക്കരുത്, നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്തും തരാൻ ഞങ്ങൾ തയ്യാറാണ്. നിങ്ങൾക്ക് എന്ത് വേണോ അത് പറഞ്ഞാൽ മതി, അത് ഞങ്ങൾ തന്നിരിക്കും. ശരിക്കും ഹരിചന്ദ്ര ദേവയുടെ ഒരു കുതന്ത്രമാണിത്. കാരണം കുറച്ചകലെയായി അദ്ദേഹത്തിൻ്റെ മകനും യുവരാജാവുമായ ശങ്കർ ദേവയുണ്ട്. അദ്ദേഹത്തോടൊപ്പം ഒരു വലിയ സേനയുമുണ്ട്. ആ സേന ഇവിടെ ഒന്ന് എത്തിച്ചേർന്നാൽ മതി, അവർക്ക് പിന്നെ പേടിക്കാനൊന്നുമില്ല. പക്ഷേ അതിന് സമയം വേണം. സമയം കിട്ടണമെങ്കിൽ നെഗോഷിയേഷൻ നടക്കണം. ഹരിചന്ദ്ര പല നെഗോഷിയേഷൻസും നടത്തി. അലാവുദ്ദീൻ പറയുന്നത്, ഞങ്ങൾക്ക് 1000-ഓളം ആനകളെ വേണം, 1000-ഓളം കുതിരകൾ വേണം, സ്വർണം വേണം, വെള്ളി വേണം, വൈര്യം വേണം, മുത്തു വേണം. അപ്പോൾ ഹരിചന്ദ്ര പറയും, അത്രയും ഞങ്ങൾക്ക് തരാൻ ഞങ്ങളുടെ കയ്യിലില്ല. ഞങ്ങൾ ഒരു കാര്യം ചെയ്യാം, ഒരു 250 കുതിരയെ തരാം, ഒരു 250 ആനയെ തരാം, അല്ലെങ്കിൽ ഇത്രയും മാത്രം സ്വർണം തരാം. ഇത് പറയുമ്പോൾ അലാവുദ്ദീൻ ഖിൽജി പറയും, അത് പറ്റത്തില്ല, ഞങ്ങൾ പറഞ്ഞതിൽ തന്നെ അടിയുറച്ച് നിൽക്കുന്നു. ഞങ്ങൾ പറഞ്ഞ അത്രയും തന്നു കഴിഞ്ഞാൽ നിങ്ങളെ ഞങ്ങൾ ഒന്നും ചെയ്യില്ല, അത് മേടിച്ച് ഞങ്ങൾ മടങ്ങിപ്പോകത്തേ ഉള്ളൂ. ഹരിചന്ദ്ര വീണ്ടും അടുത്ത നെഗോഷിയേഷൻ. അങ്ങനെ നെഗോഷിയേഷൻ നീണ്ടുപോയി, ദിവസങ്ങൾ കടന്നുപോയി. ഒടുവിൽ ശങ്കർ ദേവ ഈ പ്രദേശത്ത് എത്തിച്ചേർന്നു. അതിനുശേഷം ഹരിചന്ദ്രയുടെ ഭാവമെല്ലാം മാറി. അവിടെ യുദ്ധം ആരംഭിക്കുകയാണ്. നെഗോഷിയേഷൻ അവിടെ നടക്കുന്നില്ല. ഒരു ഘട്ടത്തിൽ ശങ്കർ ദേവയുടെ സേന അലാവുദ്ദീൻ ഖിൽജിയെ തറ പറ്റിക്കുമെന്ന് പോലും തോന്നിപ്പോയി. എന്നാൽ അവിടെ നിന്നുമൊക്കെ അലാവുദ്ദീൻ ഖിൽജി ഒരു കംബാക്കാണ് നടത്തിയത്. ആ കംബാക്കിലൂടെ ശങ്കർ ദേവയുടെ സേനയെ കീഴ്പ്പെടുത്താൻ സാധിച്ചു. ഒടുവിൽ പൂർണ്ണമായിട്ടുള്ള പരാജയം സമ്മതിച്ച് എന്താണോ അലാവുദ്ദീൻ ഖിൽജി ആവശ്യപ്പെട്ടത് അത് മുഴുവനും ബ്രൈബായിട്ട് കൊടുക്കാൻ ഹരിചന്ദ്രയും അതുപോലെ അദ്ദേഹത്തിൻ്റെ പുത്രനായിട്ടുള്ള ശങ്കർ ദേവയും തീരുമാനിച്ചു. ഞൊടിയിട കൊണ്ട് അലാവുദ്ദീൻ ഖിൽജി ഒരു വലിയ ധനികനായിട്ട് മാറി. ഓൾറെഡി അലാവുദ്ദീൻ ഖിൽജി ഒരു വലിയ പ്രദേശത്തിൻ്റെ ഗവർണറാണ്. അതിലൂടെ തന്നെ സാമ്പത്തികമായിട്ടുള്ള ഒരു നേട്ടം അദ്ദേഹത്തിന് സ്വന്തമാക്കാനും സാധിച്ചിട്ടുണ്ട്.
അതിനു പുറമെയാണ് ദേവഗിരിയിൽ ഉണ്ടായിരുന്ന സകല സ്വത്തുക്കളും അദ്ദേഹത്തിന് ലഭ്യമായത്. ഞൊടിയിട കൊണ്ട് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ കാശുകാരനായി അലാവുദ്ദീൻ ഖിൽജി മാറി. അദ്ദേഹം തിരികെ അദ്ദേഹത്തിൻ്റെ സ്വന്തം പ്രവിശ്യയായിട്ടുള്ള കാരയിലേക്ക് മടങ്ങിയെത്തി. ഈ വാർത്ത ഞൊടിയിട കൊണ്ട് ഇന്ത്യ മുഴുവനും വ്യാപിച്ചു. ഇത് ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ചത് ഡൽഹി സുൽത്താനേറ്റിലെ അപ്പോഴത്തെ സുൽത്താനായിരുന്ന ജലാലുദ്ദീൻ ഖിൽജിയാണ്. ജലാലുദ്ദീൻ ഖിൽജിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തിയാണ് അലാവുദ്ദീൻ ഖിൽജി, തൻ്റെ തന്നെ സുൽത്താനേറ്റിലെ ഒരു ഗവർണർ. അദ്ദേഹം നേടിയെടുത്ത സ്വത്തുക്കൾക്കെല്ലാം ഈ സുൽത്താനും ഒരു പങ്കുണ്ട്, അല്ലെങ്കിൽ ആ സുൽത്താനും കൂടി അത് ലഭ്യമാകുന്നതാണ്. സന്തോഷത്തോടു കൂടി അദ്ദേഹം നേരിട്ട് കാരയിലേക്ക് പുറപ്പെട്ടു. നേരിട്ട് പോയി തൻ്റെ അനുദ്രവനെ കെട്ടിപ്പിടിച്ച് അവനെ അഭിനന്ദിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യം. അദ്ദേഹം കൊട്ടാരത്തിലെത്തി കെട്ടിപ്പുണർന്നു. പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ അവസാനത്തെ കെട്ടിപ്പുണരലായിരുന്നു. കയ്യിലുണ്ടായിരുന്ന ഖടാര ഉപയോഗിച്ച് അലാവുദ്ദീൻ ഖിൽജി ജലാലുദ്ദീൻ ഖിൽജിയെ ആഞ്ഞു കുത്തി. ഒന്നല്ല, ഒന്നിലധികം തവണ കുത്തി. മരിച്ചുവെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം ആ പടുവൃദ്ധൻ്റെ ശവശരീരം ഗംഗാ നദിയിലേക്ക് വലിച്ചെറിഞ്ഞു. ഒരു രീതിയിലുള്ള റിച്വൽസും നടപ്പിലാക്കിയില്ല. ഡൽഹി സുൽത്താനേറ്റിലുണ്ടായിരുന്ന ജലാലുദ്ദീൻ ഖിൽജിയുടെ മക്കൾ ഇത് കേട്ട് ഞെട്ടി. അവർക്കിത് ഒരിക്കലും വിശ്വസിക്കാൻ സാധിക്കുമായിരുന്നില്ല. അലാവുദ്ദീൻ ഖിൽജിയിൽ നിന്നും ഇത്തരത്തിലുള്ളൊരു നടപടി അവർ പ്രതീക്ഷിച്ചതുപോലുമില്ല. അലാവുദ്ദീൻ ഖിൽജി അവരുടെ അളിയനാണ്, അത്രയും അടുത്ത ബന്ധമുണ്ട്. എന്നിട്ടാണ് ജലാലുദ്ദീൻ ഖിൽജിയെ, ഇത്രയധികം സ്നേഹസമ്പന്നനായിട്ടുള്ള, ഇത്രയധികം ദയാലുവായിട്ടുള്ള ഒരു വ്യക്തിയെ വളരെ നീചമായിട്ട് ചതിച്ച് കൊന്നത്. അലാവുദ്ദീൻ ഖിൽജിക്ക് അവിടെ അടങ്ങി ഒതുങ്ങിയിരിക്കാൻ സാധിക്കുമായിരുന്നില്ല. സമയം ഒട്ടും തന്നെ പാഴാക്കാനില്ല. കാരണം സമയം വൈകും തോറും മറ്റൊരാൾ അടുത്ത സുൽത്താനാവാനുള്ള ഒരു സാധ്യതയുണ്ട്. തൻ്റെ കയ്യിൽ ആവശ്യത്തിലധികം പണമുണ്ട്. ആ പണം ഉപയോഗിച്ച് സൈന്യത്തെ വലിയൊരു സൈന്യമാക്കി മാറ്റി. ഒരുപാട് പേരെ സൈന്യത്തിലേക്ക് പുതിയതായിട്ട് റിക്രൂട്ട് ചെയ്തു. അവർ ഖാരയിൽ നിന്നും ഡൽഹിയിലേക്ക് യാത്ര പുറപ്പെട്ടു. ഡൽഹിയിലേക്ക് എത്തുമ്പോഴേക്കും അലാവുദ്ദീൻ ഖിൽജിയുടെ സേന അത് വലിയൊരു സേനയായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. കൊട്ടാരത്തിലുണ്ടായിരുന്ന നോബിൾസിനിടയിൽ ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട്. നമുക്ക് അലാവുദ്ദീൻ ഖിൽജിയുടെ ഒപ്പം നിൽക്കുന്നതല്ലേ ഏറ്റവും നല്ലത്, കാരണം അദ്ദേഹത്തിൻ്റെ കയ്യിൽ പണമുണ്ട്. ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പണമുള്ളത് ഇപ്പോൾ അലാവുദ്ദീൻ ഖിൽജിയുടെ കയ്യിലായിരിക്കും. നമ്മൾ അദ്ദേഹത്തിനോടൊപ്പം നിൽക്കുകയാണെങ്കിൽ അതിൽ നിന്നും ഒരു ചെറിയ അംശമെങ്കിലും നമുക്ക് കിട്ടാതിരിക്കില്ല. ഇങ്ങനെയായിരുന്നു നോബിൾസിനിടയിലുള്ള ചർച്ച. സൈനികരും ഇതേ കാര്യം തന്നെയാണ് സംസാരിച്ചു കൊണ്ടിരുന്നത്. പക്ഷേ ജലാലുദ്ദീൻ ഖിൽജിയുടെ മകന് അങ്ങനെ ചിന്തിക്കാൻ സാധിക്കുമായിരുന്നില്ല. കാരണം അദ്ദേഹത്തിന് നഷ്ടപ്പെടാൻ പോകുന്നത് രാജ്യാധികാരമാണ്. തൻ്റെ പ്രിയപ്പെട്ട പിതാവിനെ കൊന്ന അലാവുദ്ദീൻ ഖിൽജിയെ കൊല്ലണം. പക്ഷേ ജലാലുദ്ദീൻ ഖിൽജിയുടെ മകനായ അർഖാലി ഖാൻ്റെ പക്കൽ കാര്യമായിട്ട് സേനയൊന്നുമില്ല. ജലാലുദ്ദീൻ ഖിൽജിയുടെ ഒരു വലിയ സേന ഉണ്ടായിരുന്നു. എന്നാൽ ആ സൈനികരൊന്നും ഇപ്പോൾ അർഖാലി ഖാനോടൊപ്പം നിൽക്കുന്നില്ല. വളരെയധികം ശുഷ്കമായിട്ടുള്ള ഒരു സൈന്യം മാത്രമേ അദ്ദേഹത്തിനോടൊപ്പമുള്ളൂ. അതുകൊണ്ട് തന്നെ ഡൽഹിയിൽ നടന്ന ആ യുദ്ധത്തിൽ അർഖാലി ഖാൻ പരാജയപ്പെടുകയും അലാവുദ്ദീൻ ഖിൽജി അടുത്ത സുൽത്താനായി അധികാരത്തിലേറുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന സകല പണവും ഇതിനുവേണ്ടി ചിലവഴിച്ചു. അവിടെ ഉണ്ടായിരുന്ന സകല ടർക്കിഷ് നോബിളിനും അദ്ദേഹം ആവശ്യത്തിലധികം പണം കൊടുത്തു. അവിടെ ഉണ്ടായിരുന്ന സൈനികർക്ക് അദ്ദേഹം ആവശ്യത്തിലധികം പണം കൊടുത്തു. എന്തിന്? സാധാരണക്കാരായിട്ടുണ്ടായിരുന്ന ഡൽഹി സുൽത്താനേറ്റിലെ നിവാസികൾക്ക് പോലും അദ്ദേഹം ആവശ്യത്തിലധികം പണം കൊടുത്തു. ഇങ്ങനെ പണം കൊടുത്താണ് ശരിക്കും അലാവുദ്ദീൻ ഖിൽജി അധികാരത്തിലേക്ക് വരുന്നത്. പണം അങ്ങനെയെല്ലാം വീതിച്ചു കൊടുത്തതുകൊണ്ട് അധികാരത്തിലേറിക്കഴിഞ്ഞ അലാവുദ്ദീൻ ഖിൽജി ഒരു ദരിദ്രനായിട്ട് മാറി. ഒരുപക്ഷെ ഡൽഹി സുൽത്താനേറ്റിലെ തന്നെ ഏറ്റവും ദരിദ്രനായിട്ടുള്ള ഒരു സുൽത്താനായിട്ട് അലാവുദ്ദീൻ ഖിൽജി മാറി. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ധനികനായിട്ടുള്ള ഒരു ഗവർണറായിരുന്ന അലാവുദ്ദീൻ ഖിൽജി ഡൽഹി സുൽത്താനേറ്റ് അടക്കി ഭരിക്കുന്ന ഒരു സുൽത്താനായിട്ട് മാറിയപ്പോൾ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ദരിദ്രവാസിയായിട്ടുള്ള ഒരു രാജാവായി മാറി. 1296 അലാവുദ്ദീൻ ഖിൽജി ഡൽഹി സുൽത്താനേറ്റിലെ സുൽത്താനായി മാറിയത്. സുൽത്താനായി മാറിയതിനു ശേഷം അദ്ദേഹം ആദ്യം ചെയ്ത പ്രവൃത്തി ഫിറൂസ് ഖിൽജി വിഭാഗത്തിലുണ്ടായിരുന്ന സകല ആണുങ്ങളെയും കൊന്നുകളയുകയോ അല്ലെങ്കിൽ അവരുടെ കണ്ണുകൾ കുത്തി പൊട്ടിക്കുകയോ ആയിരുന്നു. കണ്ണുകൾ കുത്തി പൊട്ടിക്കുന്നത് ആ കാലഘട്ടത്തിൽ രാജാക്കന്മാർ അവരുടെ ശത്രുക്കൾക്കെതിരെ നടത്തിയിരുന്ന ഒരു നടപടിയാണ്. കാരണം കണ്ണ് കുത്തി പൊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ കണ്ണില്ലാത്ത വ്യക്തിക്ക് ഒരിക്കലും രാജാവാകാൻ സാധിക്കില്ല. കയ്യോ കാലോ മുറിച്ചു മാറ്റിയത് കൊണ്ട് ഒരു കാര്യവുമില്ല. കയ്യും കാലും ഇല്ലെങ്കിലും രാജാവാകാം, യുദ്ധത്തിനൊന്നും പങ്കെടുക്കാൻ സാധിക്കില്ലെന്നേ ഉള്ളൂ. പക്ഷേ കണ്ണില്ലാത്ത ഒരാളെ ആരും രാജാവാക്കാൻ പോകുന്നില്ല. അങ്ങനെ അന്ധന്മാരെ കൊണ്ട് നിറഞ്ഞിട്ടുള്ള ഒരു വിഭാഗം ആളുകളായി ഫിറൂസ് ഖിൽജി വിഭാഗം അവശേഷിക്കുന്ന ആളുകളെ കൊന്നുകളയുകയും ചെയ്തു. ഇനിയിപ്പോൾ അലാവുദ്ദീൻ ഖിൽജിക്ക് കാര്യമായി ഭയപ്പെടേണ്ടതൊന്നുമില്ല.
അലാവുദ്ദീൻ ഖിൽജി ജലാലുദ്ദീൻ ഖിൽജിയുടെ നേരെ വിപരീതമായിട്ടുള്ള ഒരു സുൽത്താനായിരുന്നു. ഒരു രീതിയിലുള്ള ഹ്യൂമാനിറ്റിയും അല്ലെങ്കിൽ മനുഷ്യത്വവും ആ വ്യക്തിക്ക് ഉണ്ടായിരുന്നില്ല. ആരെങ്കിലും തനിക്കെതിരെ തിരിയുന്നു എന്നൊരു സംശയം തോന്നിയാൽ പോലും ആ വ്യക്തിയെ ഇയാൾ ഒരു കരുണയുമില്ലാതെ കൊന്നു തള്ളിയിരുന്നു. 1297 അലാവുദ്ദീൻ ഖിൽജി അധികാരത്തിലേറിയിട്ട് ഇപ്പോൾ 1 വർഷം പിന്നിട്ടിരിക്കുന്നു. മംഗോൾസ് ഇതൊരു സുവർണ അവസരമായിട്ടാണ് എടുത്തിരിക്കുന്നത്. കാരണം പുതിയ ചക്രവർത്തിയാണ്, കാര്യങ്ങളൊക്കെ പരിചയപ്പെട്ട് വരുന്നതേ ഉള്ളൂ. ഈ സമയത്ത് ഒന്ന് ആക്രമിക്കുകയാണെങ്കിൽ കയ്യിൽ നിറയെ പണവുമായിട്ട് തിരികെ പോകാം. ഇത് സ്വപ്നവും കണ്ട് അവർ വീണ്ടും സിന്ധു നദി നീന്തിക്കടന്ന് പഞ്ചാബിലേക്ക് എത്തിച്ചേർന്നു. പഞ്ചാബിലുള്ള പല ഗ്രാമങ്ങളും അതുപോലെ പട്ടണങ്ങളുമൊക്കെ അവർ കീഴ്പ്പെടുത്തി. അവിടെ ഉണ്ടായിരുന്ന സ്ത്രീകളെ അവർ മാനഭംഗം ചെയ്തു. അനവധി ആളുകളെ കൊന്നു തള്ളി. അവിടെ ഉണ്ടായിരുന്ന പണവും മറ്റ് ധാന്യങ്ങളുമൊക്കെ അവർ കവർന്നെടുത്തു. ഇത് അലാവുദ്ദീൻ ഖിൽജിക്ക് വലിയ രീതിയിലുള്ള ഒരു അപമാനമായിരുന്നു. അധികാരത്തിലേറിയിട്ടുള്ള ആദ്യ നിമിഷങ്ങളാണ്, അല്ലെങ്കിൽ ആദ്യ ദിവസങ്ങളാണ്. ഈ സമയത്ത് തന്നെ ഇത്തരത്തിലുള്ള ഒരു തിരിച്ചടി ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. ആളുകളൊക്കെ അലാവുദ്ദീൻ ഖിൽജിയെ ഇപ്പോൾ സംശയിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഡൽഹി സുൽത്താനേറ്റിന് പറ്റിയ ഒരു ചക്രവർത്തിയാണോ അലാവുദ്ദീൻ ഖിൽജി? അദ്ദേഹത്തിന് നമ്മുടെ നാടിനെ സംരക്ഷിക്കാൻ സാധിക്കുമോ? ഇത് എല്ലാവരുടെയും ഉള്ളിലുണ്ടായിരുന്ന ഒരു ചോദ്യമാണ്. അതിന് അലാവുദ്ദീൻ ഖിൽജി ഉത്തരം കൊടുത്തേ മതിയാകൂ. ഉത്തരം കൊടുക്കാൻ അദ്ദേഹം നേരിട്ട് പോകുന്നില്ല. പകരം 2 പേരെ പഞ്ചാബിലേക്ക് അയച്ചു, ഒപ്പം ഒരു വലിയ സേനയും. അദ്ദേഹത്തിൻ്റെ സ്വന്തം സഹോദരനായിട്ടുള്ള ഉലു ഖാനാണ് ഒരു നേതാവ്. മറ്റേ നേതാവ് സഫർ ഖാനാണ്. സഫർ ഖാൻ അതിധീരനായിട്ടുള്ള, ഒരുപക്ഷെ ഡൽഹി സുൽത്താനേറ്റിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ധീരനായിട്ടുള്ള ഒരു മിലിറ്ററി കമാൻഡറായിരുന്നു. ഇവർ 2 പേരും അവരുടെ സേനയോടൊപ്പം ശക്തമായിട്ട് തന്നെ മംഗോൾസിനെതിരെ ആഞ്ഞടിച്ചു. ആ യുദ്ധത്തിൽ മംഗോൾസിന് കനത്ത പരാജയമാണ് ഏറ്റുവാങ്ങേണ്ടി വന്നത്. അനവധി മംഗോൾസിനെയാണ് ആ യുദ്ധത്തിൽ അവർ കൊന്നു തള്ളിയത്. കുറച്ചുപേരെയൊക്കെ പിടിച്ചു കൊണ്ടുവന്ന് ഡൽഹിയിൽ വെച്ച് തന്നെ എല്ലാവരുടെയും മുൻപിൽ വെച്ച് ശിരച്ഛേദം നടപ്പിലാക്കുകയും ചെയ്തു. ഈ യുദ്ധത്തിൻ്റെ ഹീറോ ആയി മാറിയത് സഫർ ഖാനാണ്. നോർത്ത് വെസ്റ്റ് മേഖല അത്ര സുരക്ഷിതമല്ലെന്ന് അലാവുദ്ദീൻ ഖിൽജിക്ക് ബോധ്യമായി. ഇനിയും അവിടെ നിന്നും മംഗോൾസ് ആക്രമിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ മേഖലയിൽ കൂടുതലായിട്ട് ഫോർട്ടുകൾ അദ്ദേഹം സ്ഥാപിച്ചു. അതിനു പുറമെ അവിടെ അനവധി ഗാരിസൺ സോൾജിയേഴ്സിനെയും സുരക്ഷയ്ക്ക് വേണ്ടി ചുമതലയേൽപ്പിച്ചു. ഡൽഹി സുൽത്താനേറ്റിലെ മാർക്കറ്റിൽ കാര്യമായി ഇടപെട്ട ഒരു സുൽത്താനാണ് അലാവുദ്ദീൻ ഖിൽജി. അദ്ദേഹം അവശ്യ വസ്തുക്കൾക്ക് ഒരു ഫിക്സഡ് റേറ്റ് നിർണ്ണയിച്ചു. ആ ഫിക്സഡ് റേറ്റിന് താഴ്ന്ന വിലയിൽ സാധനം വിൽക്കാൻ സാധിക്കും. എന്നാൽ അതിന് മുകളിൽ വിൽക്കുകയാണെങ്കിൽ അവർക്ക് കടുത്ത നടപടികൾ നേരിടേണ്ടി വരുന്നതാണ്. കടുത്ത നടപടികൾ എന്ന് പറയുമ്പോൾ ശിരച്ഛേദമാണ്, അവരെ കൊന്നു തള്ളുന്നതാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഭയത്തോടു കൂടി തന്നെയാണ് മാർക്കറ്റിൽ ഇടപെട്ടിരുന്നത്. അവശ്യ വസ്തുക്കൾ എന്ന് പറയുമ്പോൾ ആ അവശ്യ വസ്തുക്കളിൽ പെടുന്ന ഒരു വസ്തുവാണ് അടിമകൾ. അടിമകൾക്കും ഫിക്സഡ് റേറ്റ് ആയിരുന്നു. അലാവുദ്ദീൻ പുതിയൊരു ലാൻഡ് ടാക്സ് സിസ്റ്റം ഏർപ്പാടാക്കി. ഓരോ പ്രദേശത്തും കൃഷി ചെയ്യുന്ന മൊത്തം പ്രോഡക്റ്റ്, ആ മൊത്തം പ്രോഡക്റ്റിൻ്റെ പകുതിയോളം രാജാവിന് സ്വന്തമാണ്. ബാക്കി പകുതി മാത്രമാണ് അവിടുത്തെ കർഷകർക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും അലാവുദ്ദീൻ്റെ കയ്യിൽ കാര്യമായിട്ട് പണമൊന്നും വന്നില്ല. ഉള്ള പണമെല്ലാം വീതിച്ചു കൊടുത്തല്ലോ. അതുകൊണ്ടാണ് 1299 ഗുജറാത്തിനെ ആക്രമിക്കാൻ അദ്ദേഹം തീരുമാനിക്കുന്നത്. ഗുജറാത്ത് ആ കാലഘട്ടത്തിൽ ഭരിച്ചിരുന്നത് വഘേല ഡൈനാസ്റ്റിയാണ്. വഘേല ഡൈനാസ്റ്റിയുടെ രാജാവ് രാജ കർണ വഘേലയാണ്. പക്ഷേ അവർ അത്ര ശക്തരായിട്ടുള്ള ഒരു ഡൈനാസ്റ്റി ഒന്നും ആയിരുന്നില്ല. അവരുടെ സൈന്യം താരതമ്യേന വളരെ വീക്കായിരുന്നു. അലാവുദ്ദീൻ സ്വന്തം സഹോദരനായ ഉലു ഖാനെയും മറ്റൊരു ആർമി കമാൻഡറായ നസ്രത്ത് ഖാനെയുമാണ് ഗുജറാത്തിലേക്ക് അല്ലെങ്കിൽ വഘേല ഡൈനാസ്റ്റിയിലേക്ക് പറഞ്ഞുവിടുന്നത്. ഒരു വലിയ സേനയുമായിട്ട് അവർ രാജ കർണയെ ആക്രമിക്കാൻ ശ്രമിച്ചു. കർണ വിദഗ്ധമായിട്ട് തന്നെ ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ അത് അദ്ദേഹത്തിനെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്ന കാര്യമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കുടുംബസമേതം ഒടുവിൽ അദ്ദേഹത്തിന് അവിടെ നിന്നും ദേവഗിരിയിലേക്ക് പലായനം ചെയ്യേണ്ടി വന്നു. ക്രൂരമായിട്ട് തന്നെയാണ് പിന്നീടുള്ള അവിടുത്തെ കാര്യങ്ങളൊക്കെ ഉലു ഖാനും നസ്രത്ത് ഖാനും നടപ്പിലാക്കിയത്. അവിടെ പിന്നെ നടന്നത് ഒരു രക്തച്ചൊരിച്ചിലായിരുന്നു. അനേകം ആളുകൾ കൊല്ലപ്പെട്ടു. അവിടെ ഉണ്ടായിരുന്ന സ്ത്രീകളെയൊക്കെ ക്രൂരമായിട്ട് മാനഭംഗപ്പെടുത്തി. അവിടെ ഉണ്ടായിരുന്ന സകല സ്വത്തുക്കളും കവർന്നെടുത്ത് അവർ അവരുടെ കൊട്ടാരത്തിലേക്ക് മടങ്ങിപ്പോയി. ഗുജറാത്തിൽ നടന്ന ഈ ഒരു യുദ്ധത്തിലൂടെയാണ് സോമനാഥ് ക്ഷേത്രത്തിന് രണ്ടാമതായിട്ട് ഒരു ആക്രമണം നേരിടേണ്ടി വന്നത്. ആദ്യമായിട്ട് സോമനാഥ് ക്ഷേത്രം ആക്രമിച്ചത് 1025 മുഹമ്മദ് ഗസ്നി ആയിരുന്നു. സോമനാഥ് ക്ഷേത്രം മാത്രമല്ല ഇത്തവണ ആക്രമിച്ചിരിക്കുന്നത്. അവിടെ ഉണ്ടായിരുന്ന അനവധി ക്ഷേത്രങ്ങൾ നശിപ്പിച്ചിട്ടുണ്ട്. അവിടെ ഉണ്ടായിരുന്ന സ്വത്തുക്കൾ ഒക്കെ അവർ അവിടെ നിന്ന് കവർന്നെടുത്തിട്ടുമുണ്ട്. ആനകളെയും കുതിരകളെയും അനവധി സ്വർണവും വെള്ളിയും വെങ്കലവും വൈഡൂര്യവും രത്നങ്ങളും ഒക്കെ അവിടെ നിന്ന് കവർന്നെടുത്തെങ്കിലും
ആ കൂട്ടത്തിൽ തന്നെ ഏറ്റവും അമൂല്യമായിട്ടുള്ള മോഷണ വസ്തു അത് മാലിക് കാഫർ എന്ന ഒരു അടിമയായിരുന്നു. മാലിക് കാഫർ പിന്നീട് അലാവുദ്ദീൻ ഖിൽജിയുടെ ഏറ്റവും വിശ്വസ്തനായിട്ട് മാറി. പിന്നീട് ഒരു ഘട്ടമായപ്പോൾ അലാവുദ്ദീൻ ഖിൽജിയേക്കാൾ ശക്തനായിട്ടുള്ള ഒരു വ്യക്തിയായി മാലിക് കാഫർ മാറുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. മംഗോൾസ് എല്ലായ്പ്പോഴും ഡൽഹി സുൽത്താനേറ്റിലേക്ക് ഇങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് അവർക്ക് കൃത്യമായിട്ട് സ്കൗട്ടുകളുടെയും ചാരന്മാരുടെയും സഹായത്താൽ മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെയാണ് ഗുജറാത്തിലേക്ക് ഒരു വലിയ സേന പോയ കാര്യം അവർ മനസ്സിലാക്കിയത്. ഇപ്പോൾ കാര്യമായിട്ട് സൈന്യമൊന്നും ഈ പറയപ്പെടുന്ന ഡൽഹി സുൽത്താനേറ്റിലില്ല. അതുകൊണ്ട് വളരെ ഈസി ആയിട്ട് അവിടെ കടന്നു ചെന്ന് ആവശ്യത്തിനുള്ള മോഷണമൊക്കെ നടത്തി മടങ്ങിപ്പോകാമെന്ന് അവർ മനസ്സിൽ കുറിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ വീണ്ടും സിന്ധു നദി നീന്തിക്കടന്ന് പഞ്ചാബ് പ്രവിശ്യയിലേക്ക് പ്രവേശിക്കുന്നത്. പഞ്ചാബിൽ ഒരുപാട് കൊള്ളകൾ അവർ നടത്തിയിട്ടുണ്ട്. അതിനുശേഷം അവർ ഡൽഹിയുടെ അതിർത്തി പ്രദേശം ലക്ഷ്യം വെച്ച് യാത്ര പുറപ്പെട്ടു. അവിടെ ഉണ്ടായിരുന്ന ഗാരിസൺ സോൾജേഴ്സിനെയൊക്കെ അവർ പരാജയപ്പെടുത്തി. എന്നാൽ അവരുടെ മുൻപിൽ ഒരു വലിയ തടസ്സമുണ്ടായിരുന്നു. അത് സഫർ ഖാനാണ്, ഡൽഹി സുൽത്താനേറ്റിലെ ഏറ്റവും ധീരനായ പോരാളി. സഫർ ഖാനോടൊപ്പമുള്ളത് ഒരു ചെറിയ സേന മാത്രം. എന്നാൽ എതിർപക്ഷത്തുള്ളത് മംഗോൾസിൻ്റെ അതിശക്തമായിട്ടുള്ള വലിയൊരു സേനയും. തങ്ങൾ മരിക്കുമെന്ന് സഫർ ഖാനും അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്ന ആളുകൾക്കും കൃത്യമായിട്ട് അറിയാമായിരുന്നു. മരിക്കണ്ടായെങ്കിൽ അവിടെ നിന്ന് പലായനം ചെയ്യണം. യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മരിച്ചിരിക്കും. തങ്ങളുടെ ഡൽഹി സുൽത്താനേറ്റിനെ ഈ നീചന്മാർക്ക് വിട്ടുകൊടുക്കാൻ പാടില്ല. സ്വന്തം ജീവൻ ബലി കഴിപ്പിച്ചിട്ടാണെങ്കിൽ പോലും ഡൽഹി സുൽത്താനേറ്റിനെ സംരക്ഷിക്കണം. പക്ഷേ എങ്ങനെയാണ് സംരക്ഷിക്കാൻ സാധിക്കുക? തങ്ങളെ കൊന്നുകഴിഞ്ഞാൽ അവർ നേരെ പോകുന്നത് ഡൽഹി സുൽത്താനേറ്റിൻ്റെ ഉള്ളിലേക്കായിരിക്കുമല്ലോ, ഹൃദയഭാഗത്തേക്കായിരിക്കുമല്ലോ. മംഗോൾസിനെ ഈ യുദ്ധത്തിൽ നയിക്കുന്ന ഒരു വ്യക്തിയുണ്ട്, കുത്ലക് ഖാജ. കുത്ലക് ഖാജ ഇല്ലാതെ ആയിക്കഴിഞ്ഞാൽ ഒരിക്കലും മംഗോൾസ് ഡൽഹി സുൽത്താനേറ്റിൽ തുടരില്ല. അവർ തിരിഞ്ഞോടും, അതുറപ്പാണ്. ഈ കുത്ലക് ഖാജയെ കൊല്ലണം, അദ്ദേഹത്തെ വകവരുത്തണം, തങ്ങളുടെ ജീവൻ ബലി കഴിപ്പിച്ചുകൊണ്ട് വകവരുത്തണം. അദ്ദേഹം ആ സേനയുടെ മംഗോൾ പടയുടെ ഏറ്റവും മധ്യഭാഗത്തായിട്ടാണ്. അദ്ദേഹത്തിൻ്റെ ഉള്ളിലേക്ക് പെനിട്രേറ്റ് ചെയ്തു പോവുക എന്ന് പറയുന്നത് വളരെ ദുർഘടം പിടിച്ചിട്ടുള്ള ഒരു പണിയാണ്. അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ മടങ്ങി വരവില്ല. സഫർ ഖാനും ഒപ്പമുണ്ടായിരുന്ന ധീരന്മാരായിട്ടുള്ള സൈനികരും ഉറപ്പിച്ചു, ഞങ്ങൾ എന്തായാലും ആ വലിയ സേനയുടെ ഉള്ളിലേക്ക് പെനിട്രേറ്റ് ചെയ്ത് കയറാൻ പോവുകയാണ്. പെനിട്രേറ്റ് ചെയ്ത് ഞങ്ങൾ കുത്ലക് ഖാജയുടെ വളരെ അരികിൽ വരെ എത്തിച്ചേരും, അദ്ദേഹത്തെ കൊല്ലും. അതിനുശേഷം മാത്രമേ ഞങ്ങൾക്ക് മരിക്കാൻ സാധിക്കുകയുള്ളൂ. പിന്നീട് ഡൽഹി സുൽത്താനേറ്റ് കാണുന്നത് അതിശക്തമായിട്ടുള്ളൊരു യുദ്ധമാണ്. ഒരു ചെറിയ ന്യൂനപക്ഷം ഒരു വലിയ സേനയെ അട്ടിമറിക്കുന്ന ഒരു മനോഹരമായ ദൃശ്യം. അവർ പെനിട്രേറ്റ് ചെയ്ത് മധ്യഭാഗത്തുണ്ടായിരുന്ന കുത്ലക് ഖാജയുടെ വളരെ അരികിൽ വരെ എത്തി. കുത്ലക് ഖാജയ്ക്ക് വെട്ടേറ്റു. പക്ഷേ സഫർ ഖാന് അദ്ദേഹത്തെ കൊലപ്പെടുത്താൻ സാധിച്ചില്ല. അതിനു മുമ്പ് സഫർ ഖാനും ഒപ്പമുണ്ടായിരുന്ന സകല സേനാംഗങ്ങളും കൊല്ലപ്പെട്ടു. ക്രൂരമായിട്ടുള്ള ഒരു വെട്ടാണ് കുത്ലക് ഖാജയ്ക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അവിടെ യുദ്ധത്തിൽ തുടരാൻ സാധിക്കുമായിരുന്നില്ല. എത്രയും പെട്ടെന്ന് സ്വന്തം രാജ്യത്തേക്ക് മടങ്ങിപ്പോണം, വേണ്ട ചികിത്സകൾ നടപ്പിലാക്കണം. അങ്ങനെയാണ് അവർ ഡൽഹി സുൽത്താനേറ്റ് ഉപേക്ഷിച്ച് മടങ്ങിപ്പോകുന്നത്. എന്നാൽ ആ യാത്ര മുഴുവിപ്പിക്കാൻ കുത്ലക് ഖാജയ്ക്ക് സാധ്യമായില്ല. പോകുന്ന വഴിയിൽ അദ്ദേഹം മരണമടഞ്ഞു. സഫർ ഖാനെ ഡൽഹി സുൽത്താനേറ്റിലുള്ള സകല ആളുകളും വാഴ്ത്തിപ്പാടി. കാരണം തങ്ങളിങ്ങനെ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണക്കാരൻ സഫർ ഖാനാണ്. ഞങ്ങളുടെ ഭാര്യമാർ, ഞങ്ങളുടെ പെൺമക്കൾ സുഖകരമായിട്ട് ഇന്ന് ഉറങ്ങുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണക്കാരൻ സഫർ ഖാനാണ്. ഞങ്ങൾക്ക് ഇപ്പോഴുള്ള സ്വത്തുക്കളുടെ എല്ലാം കാരണക്കാരൻ സഫർ ഖാനാണ്. ഡൽഹി സുൽത്താനേറ്റ് ഇങ്ങനെ നിൽക്കാനുള്ള കാരണക്കാരൻ സഫർ ഖാനാണ്. പക്ഷേ അലാവുദ്ദീൻ ഖിൽജി അദ്ദേഹത്തെ കാര്യമായിട്ടൊന്നും പുകഴ്ത്തി പറഞ്ഞില്ല. അദ്ദേഹം എന്തെങ്കിലും തരത്തിലുള്ള ചതി ചെയ്തിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം മാത്രമാണ് അലാവുദ്ദീൻ ഖിൽജിക്കുണ്ടായിരുന്നത്. അലാവുദ്ദീൻ ഖിൽജിയുടെ തുടക്ക കാലഘട്ടം മുതൽ അന്ത്യം വരെയുള്ള കാലഘട്ടങ്ങളിൽ അദ്ദേഹം എല്ലായ്പ്പോഴും ചതിയെക്കുറിച്ച് ചിന്തിച്ചിരുന്നു. എല്ലാവരോടും അദ്ദേഹത്തിന് ഭയമായിരുന്നു. അത്തരത്തിലുള്ളൊരു ഭയം മരിച്ചുപോയ സഫർ ഖാനോട് പോലും അദ്ദേഹത്തിന് തോന്നി. അതുകൊണ്ട് സഫർ ഖാനെ അദ്ദേഹം കാര്യമായിട്ടൊന്നും പുകഴ്ത്തിയിരുന്നില്ല. 1300 അലാവുദ്ദീൻ ഖിൽജി രാജസ്ഥാനെ കീഴടക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. ഗുജറാത്ത് കീഴടക്കി കഴിഞ്ഞിരിക്കുന്നു, ഇനിയുള്ളത് രാജസ്ഥാൻ. രാജസ്ഥാനിൽ പക്ഷേ വലിയ വലിയ കോട്ടകളാണ്, എല്ലാം ഒന്നിനൊന്ന് മെച്ചം. അക്കൂട്ടത്തിൽപ്പെട്ട ഒരു കോട്ടയാണ് രന്തംബോർ കോട്ട. രന്തംബോർ കോട്ടയുടെ നേതാവ് അല്ലെങ്കിൽ ആ ഭൂഭാഗം ഭരിച്ചിരുന്ന രാജാവ് രാജ ഹാമിർദേവ് ചൗഹാനാണ്. സാക്ഷാൽ പൃഥ്വിരാജ് ചൗഹാൻ്റെ പിൻഗാമിയാണ് ഹാമിർദേവ് ചൗഹാൻ. രാജസ്ഥാൻ പിടിച്ചടക്കണമെന്നുള്ള ഒരു മോഹം അലാവുദ്ദീൻ ഖിൽജിക്ക് വളരെ മുമ്പ് തന്നെ ഉള്ളതാണ്. പക്ഷേ 1300 ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ മറ്റൊരു കാരണമുണ്ട്. തനിക്ക് പ്രശ്നക്കാരാകുന്ന എല്ലാവരെയും തുടച്ചു നീക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ അലാവുദ്ദീൻ ഖിൽജി.
അക്കൂട്ടത്തിൽ തന്നെ അദ്ദേഹം ഏറ്റവും കൂടുതൽ വേട്ടയാടിയിരുന്നത് കൺവേർട്ടഡ് ആയിട്ടുള്ള മംഗോൾസിനെയാണ്. മുൻപ് ജലാലുദ്ദീൻ ഖിൽജി ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ മംഗോൾസിനെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ച കാര്യം ഞാൻ പറഞ്ഞിരുന്നു. നൗ മുസൽമാൻ എന്ന പേരിലാണ് അവർ അറിയപ്പെടുന്നത്. ഈ നൗ മുസൽമാനെ അദ്ദേഹം വേട്ടയാടാൻ തുടങ്ങി. അവരിൽ ബഹുഭൂരിപക്ഷം ആളുകളും നേരെ അഭയം തേടി പോകുന്നത് ഈ ഹാമിർ ദേവ് ചൗഹാൻ്റെ ആ റന്തംബോർ എന്ന് പറയുന്ന ഫോർട്ടിലേക്കാണ്. ഹാമിർ ദേവ് അവരെ 2 കൈ നീട്ടി സ്വീകരിച്ചു. അതിനു പുറമെ അലാവുദ്ദീൻ ഖിൽജിക്ക് എതിരെ തിരിഞ്ഞിരുന്ന കുറേയധികം റിബലുകളായിട്ടുള്ള നോബിൾസ് ഉണ്ട്. ഈ നോബിൾസും നേരെ പോകുന്നത് ഹാമിർ ദേവ് ചൗഹാൻ്റെ ആ ഫോർട്ടിലേക്ക് തന്നെയാണ്. അവരെ എത്രയും പെട്ടെന്ന് എനിക്ക് വിട്ടുതരിക, അല്ലെങ്കിൽ ഹാമിർ ദേവിൻ്റെ റന്തംബോർ കോട്ട ഞങ്ങൾ പിടിച്ചടക്കും. ഹാമിർ ദേവിന് പുച്ഛമാണ് തോന്നിയത്. കാരണം റന്തംബോർ എന്ന് പറയുന്നത് അതിശക്തമായിട്ടുള്ള ഒരു കോട്ടയാണ്. ആ കോട്ടയെ കീഴ്പ്പെടുത്താനൊന്നും അലാവുദ്ദീൻ ഖിൽജിക്ക് സാധിക്കില്ലെന്ന് അദ്ദേഹം വെറുതെ സ്വപ്നം കണ്ടുപോയി. അദ്ദേഹം പറഞ്ഞു, ഒരു കാരണവശാലും ഞങ്ങൾ വിട്ടുതരില്ല, തനിക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അത് താൻ ചെയ്ത് കാണിക്കുക. അലാവുദ്ദീൻ ഖിൽജി ചെയ്ത് കാണിക്കുക തന്നെ ചെയ്തു. അദ്ദേഹം ഒരു വലിയ സേനയാണ് അങ്ങോട്ട് അയച്ചത്. ഇത്തവണ അയക്കുന്നതും ഉലൂ ഖാനെയും നസ്രത് ഖാനെയുമാണ്. ഒരു വലിയ കോട്ടയായതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിലേക്ക് ആക്രമിച്ചു കയറാനൊന്നും ഇവർക്ക് പലപ്പോഴും സാധിച്ചിരുന്നില്ല. അതിൻ്റെ ഉള്ളിൽ ഒരുപാട് സൈനികരുമുണ്ട്. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധത്തിലേർപ്പെട്ടു. ആ കോട്ടയ്ക്ക് ചുറ്റുമായി ഒരു സീജ് നടപ്പിലാക്കാൻ നുസ്രത് ഖാനും ഉലൂ ഖാനും സാധിച്ചു. ആ കോട്ടയുടെ ഉള്ളിലുള്ള ആളുകൾക്ക് ഭക്ഷിക്കാൻ സാധിക്കുന്ന ഒരു വസ്തുക്കളും അതിൻ്റെ ഉള്ളിലേക്ക് എത്തിച്ചേരില്ലെന്ന് അവർ ഉറപ്പുവരുത്തി. ധാന്യവും വെള്ളവും ഒന്നും അവിടെ എത്തിച്ചേരുന്നില്ല. അധിക നാൾ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അതിൻ്റെ ഉള്ളിൽ ഒരുപാട് സൈനികരുണ്ട്, ഒരുപാട് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുണ്ട്, ഒരുപാട് ഒഫീഷ്യലുകളുണ്ട്, രാജാവുമുണ്ട്. അധികകാലം അവർക്ക് ഇതൊന്നുമില്ലാതെ കഴിച്ചു കൂട്ടാൻ സാധിക്കില്ല. കാര്യങ്ങൾ തങ്ങളുടെ കൈവിട്ട് പോകുമെന്ന് മനസ്സിലാക്കിയ ഹാമിർ ദേവ് ചൗഹാൻ ഇടയ്ക്കിടെ അവരുടെ ഗേറ്റുകൾ തുറന്ന് വെളിയിലേക്ക് ആക്രമണം അഴിച്ചുവിടുമായിരുന്നു. വെളിയിലുണ്ടായിരിക്കുന്ന ശത്രുക്കളെ ആക്രമിക്കാനായി ചില പ്രൊജക്റ്റുകളും അവർ നടപ്പിലാക്കുന്നുണ്ട്. പ്രൊജക്റ്റുകൾ എന്ന് പറയുമ്പോൾ മുമ്പ് ബാഹുബലി സിനിമയിൽ നമ്മൾ കണ്ടിട്ടുള്ള അതേ കാഴ്ച തന്നെയാണ്. വലിയ പനകളിൽ മനുഷ്യരെ ഒരു കോട്ടയുടെ ഉള്ളിലേക്ക് അയക്കുന്ന ഒരു ദൃശ്യമുണ്ടല്ലോ. അതിന് നേരെ വിപരീതമായിട്ട് കോട്ടയുടെ ഉള്ളിൽ നിന്നും അത്തരത്തിലുള്ള പ്രൊജക്റ്റൈലുകൾ ഉപയോഗിച്ചിട്ട് വലിയ പാറകളും മറ്റും അവർ അപ്പുറത്തുള്ള ശത്രുക്കൾക്ക് നേർക്ക് തൊടുത്തുവിടാൻ തുടങ്ങി. ആ ആക്രമണത്തിലൂടെ അനേകം ആളുകളാണ് കൊല്ലപ്പെട്ടത്. കൊല്ലപ്പെട്ടവരുടെ കൂട്ടത്തിൽ നസ്രത് ഖാൻ എന്ന നേതാവും പെടും. നേതാവ് കൊല്ലപ്പെട്ടതോടുകൂടി അവർ യുദ്ധത്തിൽ പരാജയം സമ്മതിച്ച് നേരെ ഡൽഹി സുൽത്താനേറ്റിലേക്ക് മടങ്ങി വന്നു. ഇത് അലാവുദ്ദീൻ ഖിൽജിക്ക് വലിയ രീതിയിലുള്ള ഒരു നാണക്കേടായി മാറി. അദ്ദേഹത്തിന് പ്രതികാരത്തിൻ്റെ ഒരു ദാഹമാണ് ഉണ്ടായത്. ആ ദാഹം അകറ്റണമെങ്കിൽ ഹാമിർ ദേവ് ചൗഹാൻ്റെ ചോര കുടിക്കണം. അതിന് അദ്ദേഹം ഒരു വലിയ സേനയുമായിട്ട് വീണ്ടും യുദ്ധത്തിന് പുറപ്പെട്ടു. 1301 അലാവുദ്ദീൻ ഖിൽജിയുടെ ആ വലിയ സേന രന്തംബോർ കോട്ടയുടെ മുൻപിലെത്തി. പിന്നീട് മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന സീജാണ് കാണാൻ കഴിയുന്നത്. ഭക്ഷ്യധാന്യങ്ങളോ ജലമോ ആ കോട്ടയുടെ ഉള്ളിൽ എത്തിച്ചേരുന്നില്ല. നിരന്തരമായിട്ടുള്ള ഇടവിട്ടിട്ടുള്ള യുദ്ധങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ യുദ്ധത്തിൽ അലാവുദ്ദീൻ ഖിൽജിക്ക് തന്നെയായിരുന്നു ഒരു മുൻകൈ ഉണ്ടായിരുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ സേന അത്രയും ശക്തമാണ്, വലിയൊരു പടയാണ്. അതിൽ ആനകളും കുതിരകളും ഒക്കെ പെടും. പ്രൊജക്റ്റൈലുകൾക്കൊന്നും അവരെ പൂർണ്ണമായിട്ടും തുടച്ചു നീക്കാൻ സാധിക്കുമായിരുന്നില്ല. പരാജയം എപ്പോൾ വേണമെങ്കിലും സംഭവിക്കുമെന്ന് ഹാമിർ ദേവ് ചൗഹാന് ഉറപ്പായിരുന്നു. ഇനി ഞാൻ പറയാൻ പോകുന്നത് അത് അങ്ങനെ തന്നെ നടന്നതാണോ എന്ന് എനിക്ക് ഉറപ്പില്ല. പക്ഷേ രജ്പുത് ബല്ലാഡുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവർ 2 വ്യത്യസ്തമായിട്ടുള്ള ട്രഡീഷൻസ് നടപ്പിലാക്കി എന്നാണ്. ഒന്ന് ജൗഹാർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ട്രഡീഷനാണ്. അലാവുദ്ദീൻ ഖിൽജിയുടെ കയ്യിൽ അകപ്പെടാതിരിക്കാൻ അവിടെ ഉണ്ടായിരുന്ന സകല സ്ത്രീകളും ഒരു വലിയ തീക്കുണ്ടമുണ്ടാക്കി അതിൻ്റെ ഉള്ളിലേക്ക് ചാടി ആത്മാഹുതി അണഞ്ഞു. ഇത് എത്രമാത്രം ശരിയാണെന്ന് പറയാൻ സാധിക്കില്ല. എന്നാൽ കുറേയധികം സ്ത്രീകൾ അങ്ങനെ മരണമടഞ്ഞു എന്ന് തന്നെ നമുക്ക് അനുമാനിക്കേണ്ടി വരും. അതിൽ കൃത്യമായിട്ടുള്ള തെളിവുകളൊന്നും നമ്മുടെ പക്കലില്ല. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു ട്രഡീഷൻ രജ്പുത്തുകൾക്കിടയിലുണ്ട്. അതിനു പുറമെ സാഖ എന്ന് പറയുന്ന ഒരു ട്രഡീഷനും അവിടെ ഉണ്ടായിരുന്ന പുരുഷന്മാർ, അതായത് പോരാളികളായിട്ടുള്ള പുരുഷന്മാർ നടപ്പിലാക്കി. അതവരുടെ അവസാനത്തെ യുദ്ധമാണ്. മരിക്കുമെന്ന് ഉറപ്പായി. ശത്രുക്കൾ അത്രയും ശക്തമാണ്. ആ ഘട്ടത്തിൽ അവർ സാഫ്രോൺ തുണി കൊണ്ട് അല്ലെങ്കിൽ കാവി തുണി കൊണ്ട് ശരീരത്ത് മുഴുവനും കെട്ടിയതിന് ശേഷം, പ്രത്യേകിച്ചും തലഭാഗത്ത് കെട്ടിയതിന് ശേഷം അവരുടെ അന്ത്യയുദ്ധത്തിന് വേണ്ടി തയ്യാറെടുക്കും. ആ അന്ത്യയുദ്ധത്തിൽ അവർ മരിക്കും. പിന്തിരിഞ്ഞോടില്ല, പരാജയം സമ്മതിക്കില്ല. അവർ ശത്രുക്കൾക്ക് പണം കൊടുത്തോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വസ്തുക്കൾ കൊടുത്തിട്ടോ അവരെ സമാധാനപ്പെടുത്തി പറഞ്ഞു വിടില്ല. മരിക്കും വരെ പോരാടും. അങ്ങനെ 2 വ്യത്യസ്തമായിട്ടുള്ള ട്രഡീഷൻസ് നടന്നതായിട്ടാണ്
രജ്പുത് ബല്ലാഡുകളിൽ നിന്ന്, അവരുടെ ലെജൻസിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഈ കാര്യങ്ങളൊന്നും പേർഷ്യൻ ക്രോണിക്കിൾസിൽ പരാമർശിക്കുന്നില്ല. പേർഷ്യൻ ക്രോണിക്കിൾസ് അനുസരിച്ച് രന്തംബോർ എന്ന് പറയുന്ന വലിയ കോട്ട അവർ കീഴടക്കി അവിടെ ഉണ്ടായിരുന്ന ഹാമിർദേവ് ചൗഹാനെ കൊലപ്പെടുത്തി അവിടെ ഉണ്ടായിരുന്ന ധനവും കുതിരകളും അതുപോലെ ആനകളെയും ഒക്കെ സ്വന്തമാക്കി അലാവുദ്ദീൻ ഖിൽജി ഡൽഹിയിലേക്ക് മടങ്ങിപ്പോയി എന്ന് മാത്രമാണ്. 2 വർഷം കൂടി കഴിഞ്ഞ് 1303 രാജസ്ഥാനിലെ ഏറ്റവും ശക്തമായിട്ടുള്ള ചിറ്റോർ കോട്ടയും അലാവുദ്ദീൻ ഖിൽജി ആക്രമിച്ചു. ചിറ്റോർ കോട്ട ഇന്ത്യയിൽ തന്നെ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു കോട്ടയാണ്. അത് പെനിട്രേറ്റ് ചെയ്ത് അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുക എന്ന് പറയുന്നത് ഒരു അസാധ്യമായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് ആ കാലഘട്ടത്തിൽ എല്ലാ ആളുകളും കരുതിയിരുന്നത്. അസാധ്യമായിട്ടുള്ള ആ കാര്യം നടപ്പിലാക്കാൻ അലാവുദ്ദീൻ ഖിൽജി തീരുമാനിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് 2 വേർഷനിലുള്ള കഥകളുണ്ട്. ഒന്ന് അമീർ ഖുസ്രു എന്ന കവി, അലാവുദ്ദീൻ ഖിൽജിയുടെ കോർട്ടിലുണ്ടായിരുന്ന കവിയാണ്. ആ കവി എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ആ കാര്യങ്ങളനുസരിച്ച് അലാവുദ്ദീൻ ഖിൽജിക്ക് ഒരുപാട് പ്രദേശങ്ങൾ വെട്ടിപ്പിടിക്കണമായിരുന്നു. ഈ ചിറ്റൂർ എന്ന് പറയുന്ന ആ ഒരു പ്രദേശം അത് വളരെ നിർണായകമായിട്ടുള്ളൊരു പ്രദേശമാണ്. ആ പ്രദേശത്തിലൂടെ സദേൺ ഡെക്കാൻ റീജിയനിലേക്ക് കടക്കാനും അവിടെ നിന്നും ഒരുപാട് കാര്യങ്ങൾ പിടിച്ചടക്കാനും സ്വന്തമാക്കാനും ഒക്കെ സാധിക്കുമെന്ന് അലാവുദ്ദീൻ ഖിൽജി അടിയുറച്ച് വിശ്വസിച്ചിരുന്നു. പിന്നീടുള്ള ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഇതൊക്കെ വാസ്തവമാണെന്ന് മനസ്സിലാക്കാം. കാരണം ചിറ്റോറിന് ശേഷമാണ് പിന്നീട് അലാവുദ്ദീൻ ഖിൽജിയുടെ സേന ദക്ഷിണേന്ത്യയെ ലക്ഷ്യം വെച്ച് പോവുകയും വലിയ വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കുകയും ചെയ്തത്. ഇത് പേർഷ്യൻ ക്രോണിക്കിൾസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വേർഷനാണ്. എന്നാൽ രജ്പുത് ബല്ലാഡ്സിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് മറ്റ് ചില കാര്യങ്ങളാണ്. അലാവുദ്ദീൻ ഖിൽജി സുന്ദരിയായ ഒരു രജപുത് സ്ത്രീയെക്കുറിച്ച് കേട്ടു. അവളുടെ പേരാണ് റാണി പത്മിനി അല്ലെങ്കിൽ പത്മാവതി അല്ലെങ്കിൽ പത്മാവത്. പത്മാവത് അതിസുന്ദരിയാണെന്നാണ് അദ്ദേഹം കേട്ടത്. ലോകത്തിന് തന്നെ ഏറ്റവും സുന്ദരിയായ സ്ത്രീ. ആ ഏറ്റവും സുന്ദരിയായ സ്ത്രീയെ ഒരു തവണ ഒന്ന് കാണണമെന്ന് അലാവുദ്ദീൻ ഖിൽജിക്ക് മോഹമുണ്ടായി. ആ മോഹം അദ്ദേഹം ചിറ്റോറിലെ രാജാവിനെ അറിയിക്കുകയും ചെയ്തു. ചിറ്റോർ എന്ന് പറയുന്ന മേഖല ആ കാലഘട്ടത്തിൽ മേവാർ എന്ന് പറയുന്ന പ്രദേശത്തിൻ്റെ തലസ്ഥാനമാണ്. ആ പ്രദേശം ഭരിച്ചിരുന്നത് ഗുഹില രാജ്പുത് ഡൈനാസ്റ്റിയാണ്. അതിൻ്റെ നേതാവ് റാണ രത്തൻ സിംഗ് ആണ്. റാണ രത്തൻ സിംഗിനാണ് അദ്ദേഹം സന്ദേശം അയക്കുന്നത്, എനിക്ക് നിങ്ങളുടെ റാണി പത്മിനിയെ നേരിട്ടൊന്ന് കാണണം. റാണ രത്തൻ സിംഗ് വളരെ മോശമായിട്ടാണ് അതിന് മറുപടി കൊടുക്കുന്നത്. അതിൽ പ്രകോപിതനായ അലാവുദ്ദീൻ ഖിൽജി ചിറ്റൂർ മേഖല കീഴടക്കാനായിട്ട് തീരുമാനിച്ചു. ഇത് ആണ് 2ാമത്തെ വേർഷൻ. ഇതിൽ ഏതാണ് സത്യമെന്ന് കൃത്യമായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നില്ല. ചരിത്രകാരന്മാർ 2 തട്ടിലാണ്. അലാവുദ്ദീൻ ഖിൽജി ചിറ്റോർ ഫോർട്ടിന് നേരെ കുതിച്ചു. അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന സകല സൈന്യത്തെയും ഈ യുദ്ധത്തിനു വേണ്ടി അദ്ദേഹം ഉപയോഗിച്ചു. കാരണം അദ്ദേഹത്തിനറിയാം അദ്ദേഹം ജീവിതത്തിൽ ഒരുപക്ഷെ നടത്താൻ പോകുന്ന ഏറ്റവും ശക്തമായിട്ടുള്ള ഏറ്റവും വെല്ലുവിളികൾ നിറഞ്ഞിട്ടുള്ള ഒരു യുദ്ധം അത് ഇതായിരിക്കുമെന്ന്. 8 മാസം നീണ്ടു നിന്ന ഒരു സീജാണ് അലാവുദ്ദീൻ ഖിൽജി നടപ്പിലാക്കിയത്. അലാവുദ്ദീൻ ഖിൽജിയുടെ കാലഘട്ടത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയിട്ടുള്ള ഒരു സീജും ഇതുതന്നെയാണ്. കാര്യമായിട്ട് ജലമോ ധാന്യമോ ആ ഫോർട്ടിൻ്റെ ഉള്ളിൽ പ്രവേശിക്കില്ലെന്ന് അവർ ഉറപ്പുവരുത്തി. ആ കോട്ടയുടെ ഉള്ളിൽ അവർക്ക് ജലമൊന്നുമില്ല, അവിടെ ധാന്യമൊന്നും കൃഷി ചെയ്യുന്നില്ല. കാരണം കോട്ടയെന്ന് പറയുന്നത് വളരെ ഇടുങ്ങിയൊരു മേഖലയായിരിക്കും. പ്രധാനമായിട്ടും അവിടെ പട്ടണമാണ് ഉണ്ടായിരിക്കുക. അനവധി കെട്ടിടങ്ങൾ ഉണ്ടായിരിക്കും. ആ കെട്ടിടങ്ങൾ ആളുകൾ താമസിക്കുകയാണ്. കൂടാതെ ചില ചന്തകളും വ്യാവസായിക ശാലകളും ഒക്കെയാണ് അവിടെ ഉള്ളത്. അല്ലാതെ കൃഷിയൊന്നും അവിടെ നടക്കുന്നില്ല. മറ്റ് പല പ്രദേശങ്ങളിലാണ് കൃഷി നടക്കുന്നത്. പിന്നീട് ആ കൃഷിയിലൂടെ എടുക്കുന്ന വിളവെടുപ്പ് അത് ഈ കോട്ടകളിലേക്ക് എത്തിക്കുകയാണ് പതിവ്. 8 മാസത്തോളം ഒരു തരി ധാന്യം പോലും അവിടെ എത്തിച്ചേരുന്നില്ലെന്ന് അലാവുദ്ദീൻ ഖിൽജി ഉറപ്പുവരുത്തി. വളരെയധികം ദുർഘടം പിടിച്ചൊരു കാലഘട്ടത്തിലൂടെയായിരുന്നു ചിറ്റോർ നിവാസികൾ കടന്നുപോയത്. അവർ പലപ്പോഴായിട്ട് ആക്രമിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ചില ഘട്ടങ്ങളിലൊക്കെ ഗേറ്റുകൾ തുറന്ന് ആ ഗേറ്റിൽ നിന്നും പടയാളികൾ വെളിയിലേക്ക് കുതിച്ചു. എന്നാൽ അങ്ങനെ കുതിച്ചു പോയവരാരും പിന്നീട് ആ ഗേറ്റ് കടന്ന് മടങ്ങി വന്നിട്ടില്ല. അവരെല്ലാം രക്തസാക്ഷികളായിട്ട് മാറി. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഒടുവിൽ ഓഗസ്റ്റ് മാസം എത്തി. ആ കോട്ടയ്ക്ക് 8 മാസം താണ്ടാനുള്ള ഒരു ബലമൊന്നും ഉണ്ടായിരുന്നില്ല. ആ കോട്ട അവിടെ കീഴടങ്ങുകയാണ്. പത്മാവതും ഒപ്പമുണ്ടായിരുന്ന മറ്റ് അനേകം സ്ത്രീകളും ഒരു വലിയ തീക്കുണ്ടമുണ്ടാക്കി ആ തീക്കുണ്ടത്തിലേക്ക് അവർ എടുത്തു ചാടി. അവിടെ ഉണ്ടായിരുന്ന പുരുഷന്മാരെല്ലാം സഖാ ട്രഡീഷൻ അനുഷ്ഠിച്ചു. അവർ കാവി കൊണ്ട് ശരീരം പൊതിഞ്ഞ് ആ കാവി തുണി അണിഞ്ഞുകൊണ്ട് അവർ യുദ്ധത്തിൽ ഏർപ്പെട്ടു. അത് അവരുടെ അവസാനത്തെ യുദ്ധമായിരുന്നു. ഈ പറഞ്ഞ കാര്യം എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല. പലരും പല രീതിയിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ചില ചരിത്രകാരന്മാർ പറയുന്നത് ഈ പത്മാവത് എന്ന് പറയുന്നത് അത് സാങ്കല്പികമായിട്ടുള്ളൊരു കഥ മാത്രമാണ്.
അതൊരു ലെജൻഡ് മാത്രമാണ്, അതിൽ ഹിസ്റ്ററി ഒന്നും ഇല്ലെന്നാണ്. എന്നാൽ അത് ഹിസ്റ്ററി തന്നെയാണെന്ന് പറയുന്ന ഒരു ചെറിയ വിഭാഗം ഹിസ്റ്റോറിയൻസ് ഉണ്ട്. ഇതിൽ എന്താണ് ശരിയെന്ന് ഞാൻ പറയുന്നില്ല, കാരണം എനിക്ക് അതിൽ കൃത്യമായിട്ടുള്ള ഒരു ധാരണയുമില്ല. അത് നിങ്ങളുടെ യുക്തിക്ക് വിടുകയാണ്. അല്ലെങ്കിൽ നിങ്ങൾക്കതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വായിച്ചു മനസ്സിലാക്കുന്ന കാര്യങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. 1303 ഓഗസ്റ്റ് മാസത്തിലാണ് ചിറ്റോറിനെ കീഴ്പ്പെടുത്തുന്നത്. ചിറ്റോറിനെ കീഴ്പ്പെടുത്തിയതിന് ശേഷം ആ നഗരത്തിൻ്റെ തന്നെ പേര് മാറ്റി, ഖിസറാബാദ് എന്നാക്കി. അലാവുദ്ദീൻ ഖിൽജിക്ക് ഏറ്റവും പ്രിയപ്പെട്ട അദ്ദേഹത്തിൻ്റെ മകൻ്റെ പേരാണ് ആ നഗരത്തിന് ഇട്ടുകൊടുക്കുന്നത്. കിസർ ഖാൻ എന്നാണ് മകൻ്റെ പേര്. ഈ കിസർ ഖാൻ എന്നുള്ള പേരൊന്ന് ഓർത്തു വെച്ചോണം, കാരണം കുറച്ച് കഴിയുമ്പോൾ അതിനൊരല്പം പ്രാധാന്യമുണ്ടായിരിക്കും. ഖിസറാബാദ് എന്നൊക്കെ പേര് കൊടുത്തെങ്കിലും അതിന് അധികം ആയുസ്സുണ്ടായിരുന്നില്ല. കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഖിസറാബാദ് വീണ്ടും പഴയപടി ചിറ്റോറായിട്ട് മാറി. 1305-ലും 1306-ലും ശക്തമായിട്ടുള്ള ആക്രമണം മംഗോൾസിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ പിന്നീട് ഒരിക്കലും മംഗോൾസ് അലാവുദ്ദീൻ ഖിൽജിയുടെ കാലഘട്ടത്തിൽ ഒരു വെല്ലുവിളി തന്നെ ആയിരുന്നില്ല. അലാവുദ്ദീൻ ഖിൽജിക്ക് മംഗോൾസിനെ വിദഗ്ധമായിട്ട് തടഞ്ഞു നിർത്താൻ സാധിച്ചു. എന്നാൽ അതിലൂടെ അനേകം സൈനികരെ, പ്രത്യേകിച്ചും സഫർ ഖാനെ പോലുള്ള ധീരന്മാരായിട്ടുള്ള സൈനികരെ അലാവുദ്ദീൻ ഖിൽജിക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളതും യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഇനിയുള്ളത് മാലിക് കാഫറിൻ്റെ കാലഘട്ടമാണ്. അലാവുദ്ദീൻ ഖിൽജിയുടെ ഏറ്റവും വിശ്വസ്തനായിട്ട് മാലിക് കാഫർ മാറി. മാലിക് കാഫറിനെ ദക്ഷിണേന്ത്യ കീഴ്പ്പെടുത്താനായിട്ട് അലാവുദ്ദീൻ ഖിൽജി അയച്ചു. 1307-ൽ അദ്ദേഹം ആദ്യം അയക്കുന്നത് വാറങ്കൽ മേഖലയിലേക്കാണ്, അതായത് ആന്ധ്രാപ്രദേശ് മേഖലയിലേക്കാണ്. ആ പ്രദേശം ഭരിച്ചിരുന്നത് കാകതീയ ഡൈനാസ്റ്റിയാണ്. കാകതീയ ഡൈനാസ്റ്റിയെ മാലിക് കാഫറിന് കീഴ്പ്പെടുത്താൻ സാധിച്ചു. അവിടെ നിന്നും അനേകം വസ്തുക്കളാണ് അദ്ദേഹം കവർന്നെടുത്തത്. അക്കൂട്ടത്തിൽ ഏറ്റവും അമൂല്യമായിട്ടുള്ളൊരു വസ്തു അത് കൊഹിനൂർ രത്നമാണ്. തൊട്ടടുത്ത വർഷം 1310-ൽ ഹൊയ്സാല ഡൈനാസ്റ്റി അടക്കി ഭരിച്ചിരുന്ന കർണാടക മേഖല പിടിച്ചടക്കാൻ മാലിക് കാഫറിന് സാധിച്ചു. അതിനുശേഷം 1311-ൽ പാണ്ഡ്യന്മാർ അടക്കി ഭരിച്ചിരുന്ന മധുരയും അദ്ദേഹം കീഴ്പ്പെടുത്തി. ദക്ഷിണേന്ത്യയിലുള്ള ഈ പ്രദേശങ്ങളൊക്കെ കീഴ്പ്പെടുത്തിയെങ്കിലും അതെല്ലാം ഡൽഹി സുൽത്താനേറ്റിൻ്റെ ഒരു ഭാഗമാക്കി അതേപടി മാറ്റുന്നില്ല. പകരം അവയെല്ലാം ടെറിട്ടറികളാക്കി മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ആക്രമണങ്ങളിലൂടെ മാലിക് കാഫർ വളരെ അമൂല്യമായിട്ടുള്ള ഒരു റെക്കോർഡാണ് അലാവുദ്ദീൻ ഖിൽജിക്ക് സമ്മാനിച്ചത്. ഇന്ത്യയിലെ ആദ്യത്തെ പാൻ എംപറർ അല്ലെങ്കിൽ പാൻ എംപയർ, ഇന്ത്യ മുഴുവനും അടക്കി ഭരിക്കുന്ന ഒരു സുൽത്താനായിട്ട് അലാവുദ്ദീൻ ഖിൽജി മാറി. ഇന്ത്യ മുഴുവനെന്ന് പറയുമ്പോൾ കേരളം അതിൽ പെടുന്നില്ല, അതുപോലെ നോർത്ത് ഈസ്റ്റിലുള്ള പല മേഖലകളും അതിൽ പെടുന്നില്ല. എങ്കിലും അലാവുദ്ദീൻ ഖിൽജിയുടെ കാലഘട്ടത്തിൽ മാലിക് കാഫറിൻ്റെ നേതൃത്വത്തിൽ ഡൽഹി സുൽത്താനേറ്റിന് പാൻ ഇന്ത്യൻ എംപയറായി മാറാൻ സാധിച്ചെന്നും അതുപോലെ അലാവുദ്ദീൻ ഖിൽജിക്ക് പാൻ ഇന്ത്യൻ എംപറർ ആകാൻ സാധിച്ചുവെന്നും ചരിത്രകാരന്മാർ പറയുന്നു. 1313 ആയപ്പോഴേക്കും അലാവുദ്ദീൻ ഖിൽജിക്ക് മാനസികമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. ഒന്നാമതേ അദ്ദേഹം ഒരു സംശയരോഗിയാണ്. 1313 ആയപ്പോഴേക്കും അത് കലശലായി. അദ്ദേഹത്തിന് എല്ലാവരോടും സംശയമാണ്. സംശയം തോന്നുന്ന ആളുകളെല്ലാം അദ്ദേഹം കൊന്നു കളയുന്നുമുണ്ട്. അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന, അദ്ദേഹത്തോട് വളരെയധികം സ്നേഹമുള്ള പല ആളുകളെയും അദ്ദേഹം ഇത്തരത്തിൽ കൊന്നിട്ടുണ്ട്. പക്ഷേ ഒരിക്കലും അദ്ദേഹം മാലിക് കാഫറിനെ സംശയിച്ചിരുന്നില്ല. എന്നാൽ മാലിക് കാഫർ വലിയ ഒരു ചതിയനായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. 1314 ആയപ്പോഴേക്കും അദ്ദേഹത്തിന്, അതായത് അലാവുദ്ദീൻ ഖിൽജിക്ക് ശാരീരികമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. ശരീരം മുഴുവനും നീര് വന്ന് വീർക്കാൻ തുടങ്ങി. ഒന്നെങ്കിൽ അത് ലിവറിൻ്റെ പ്രവർത്തനത്തിലുണ്ടായ പ്രശ്നമാണെന്നോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കിഡ്നിയിലുണ്ടായ പ്രശ്നമാണെന്നോ ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. എന്താണെന്ന് കൃത്യമല്ല. പക്ഷേ ശാരീരികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളാണ് അലാവുദ്ദീൻ ഖിൽജി 1314 മുതൽ നേരിടുന്നത്. 1314 അദ്ദേഹം കിടപ്പിലാകുന്നില്ല, എന്നാൽ ഭരണത്തിൽ നിന്നൊക്കെ അദ്ദേഹം മാറി നിൽക്കുകയാണ്. അദ്ദേഹത്തെ കൊണ്ട് ഭരിക്കാൻ സാധിക്കാത്തൊരവസ്ഥയായി. മാലിക് കാഫറാണ് ഇപ്പോൾ പൂർണ്ണമായിട്ടും ഡൽഹി സുൽത്താനേറ്റ് ഭരിക്കുന്നത്. പക്ഷേ അദ്ദേഹം സുൽത്താനൊന്നുമല്ല, അദ്ദേഹം ഭരിക്കുന്നു എന്ന് മാത്രം. 1314-ൻ്റെ അവസാന ഘട്ടമായപ്പോഴേക്കും അലാവുദ്ദീൻ ഖിൽജി പൂർണ്ണമായിട്ടും കിടപ്പിലായി. അടുത്തതായിട്ട് ആരാണ് ഭരിക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് പോലും ആളുകൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. കുറച്ചു മുമ്പേ അലാവുദ്ദീൻ ഖിൽജിയുടെ ഏറ്റവും പ്രിയപ്പെട്ട പുത്രനായ കിസർ ഖാനെക്കുറിച്ച് ഞാൻ പറഞ്ഞു. സ്വാഭാവികമായിട്ടും അലാവുദ്ദീൻ ഖിൽജി കിസർ ഖാൻ ആയിരിക്കും അധികാരം കൊടുക്കാൻ പോകുന്നത്. 20 വയസ്സോളം പ്രായമുണ്ട്, അതായത് രാജ്യം ഭരിക്കാൻ സാധിക്കുന്ന ഒരു പ്രായത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. കിസർ ഖാൻ അടുത്ത സുൽത്താനായി മാറിക്കഴിഞ്ഞാൽ പിന്നീട് മാലിക് കാഫറിന് കാര്യമായിട്ടുള്ള ഒരു റോളുമില്ല. കിസർ ഖാൻ മാലിക് കാഫറിനെ വെച്ച് പൊറപ്പിക്കുന്നതല്ല. ഒരു പക്ഷേ തുറങ്കിൽ അടയ്ക്കാനോ കൊല്ലാനോ ഉള്ള ഒരു സാധ്യതയുണ്ട്. ഇത് മനസ്സിലാക്കിയ മാലിക് കാഫർ നേരിട്ട് തന്നെ
കിസർ ഖാനെ വകവരുത്തി, കിസർ ഖാനെ തടവിലാക്കി. അതിനുശേഷം കണ്ണുകുത്തി പൊട്ടിച്ചു. അലാവുദ്ദീൻ ഖിൽജിക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാൻ സാധിക്കില്ല. കാരണം അദ്ദേഹം ഒട്ടും ആരോഗ്യവാനല്ല. കാര്യമായിട്ടൊന്നും സംസാരിക്കാൻ പോലും അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. 1315 അലാവുദ്ദീൻ ഖിൽജി മരണമടഞ്ഞു. പല ഗവേഷകരും പറയുന്നത് അലാവുദ്ദീൻ ഖിൽജിയെ വകവരുത്തിയത് അല്ലെങ്കിൽ അദ്ദേഹത്തെ കൊന്നുകളഞ്ഞത് മാലിക് കാഫൂർ ആണെന്നാണ്. സ്ലോ പോയിസണുകളിലൂടെ അദ്ദേഹത്തെ ഒരു രോഗിയാക്കി മാറ്റി അദ്ദേഹത്തെ കൊല്ലുകയായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ നമുക്ക് തെളിവുകളൊന്നുമില്ല. എന്നാൽ അതിൻ്റെ ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാനും സാധിക്കുകയില്ല. മാലിക് കാഫൂർ ഒടുവിൽ പ്രധാനപ്പെട്ട ഒരു റോളിലേക്ക് എത്തുകയാണ്. അടുത്ത സുൽത്താനാകേണ്ട കിസർ ഖാൻ അന്ധനാണ്. അദ്ദേഹത്തിന് ഇനി സുൽത്താനാകാനൊന്നും സാധിക്കില്ല. കിങ് മേക്കറായ മാലിക് കാഫൂർ തീരുമാനിച്ചു അടുത്ത സുൽത്താൻ അലാവുദ്ദീൻ ഖിൽജിയുടെ ഏറ്റവും ഇളയ മകൻ ഷിഹാബുദ്ദീൻ ആണെന്ന്. ഷിഹാബുദ്ദീന് വെറും 6 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. 6 വയസ്സുള്ള ഒരു വ്യക്തിയെ രാജാവാക്കിയാൽ അല്ലെങ്കിൽ സുൽത്താനാക്കി കഴിഞ്ഞാൽ വേറൊരാൾ റീജൻ്റായിട്ട് ഭരിക്കണം. ആ വേറൊരാൾ അത് മറ്റാരുമല്ല, അത് മാലിക് കാഫറാണ്. എന്നാൽ മാലിക് കാഫർ റീജൻ്റ് ആകുന്നതിനോട് അവിടെ ഉണ്ടായിരുന്ന നോബിൾസിന് ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല. കാരണം മാലിക് കാഫർ ആരാണ്? വെറുമൊരു അടിമ. ഗുജറാത്തിൽ നിന്നും അദ്ദേഹത്തെ തട്ടിക്കൊണ്ട് വന്നതാണ്, അല്ലെങ്കിൽ മോഷ്ടിച്ചു കൊണ്ട് വന്നതാണ്. അങ്ങനെയുള്ളൊരു വ്യക്തിയെ എങ്ങനെയാണ് നമുക്ക് റീജൻ്റ് ആക്കാൻ സാധിക്കുക, അല്ലെങ്കിൽ സുൽത്താന് തുല്യമായിട്ടുള്ള ഒരു പദവിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നത്? നോബിൾസിന് ഇതൊട്ടും സഹിക്കാൻ സാധിക്കില്ലായിരുന്നു. കാരണം അവരെല്ലാം പാരമ്പര്യമായിട്ട് തുർക്കികളാണ്, തുർക്കി വംശജരാണ്. അവർക്കെല്ലാം തുർക്കി വംശജരായിട്ടുള്ളവരോട് അല്ലെങ്കിൽ ഹാഫായിട്ടുള്ള തുർക്കി വംശജരോട് മാത്രമേ താല്പര്യമുള്ളൂ. മാലിക് കാഫൂറിനെ അവർ വകവരുത്തി. കൊട്ടാരത്തിലേക്ക് ഇരച്ചു കയറിയ അവർ ഒരു കത്തി കൊണ്ട് മാലിക് കാഫറിനെ കുത്തി വീഴ്ത്തി. മാലിക് കാഫർ ഇല്ലാതെയായി. 6 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന ഒരു പപ്പറ്റ് സുൽത്താനായിരുന്ന ഷിഹാബുദ്ദീനെ ആ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തു. അലാവുദ്ദീൻ ഖിൽജിയുടെ മറ്റൊരു മകനായ മുബാറക് ഖാനെ ആ സ്ഥാനത്ത് അവരോധിച്ചു. പക്ഷേ മുബാറക് ഖാൻ ഒരു സുൽത്താനാകാനുള്ള ഒരു യോഗ്യതയുമുള്ള ഒരു വ്യക്തി ആയിരുന്നില്ല. വളരെ ക്രൂരനായിട്ടുള്ളൊരു വ്യക്തിയാണ്. അയാൾക്ക് എപ്പോഴും ലക്ഷൂറിയസ് ആയിട്ടുള്ള ലൈഫിനോട് മാത്രമായിരുന്നു താല്പര്യം. ഭരിക്കണമെന്നുള്ള ഒരു ആഗ്രഹവുമില്ല. ഭരിക്കുന്നത് എങ്ങനെയാണെന്ന് പോലും അയാൾക്കറിയില്ല. എല്ലായ്പ്പോഴും മദ്യത്തിനും പെണ്ണിനുമൊക്കെ അയാൾ അടിമയായിരുന്നു. 1320 ഖുസ്രാവ് ഷാ മുബാറക് ഖാനെ കൊന്നു. ശേഷം അദ്ദേഹം സ്വയം സുൽത്താനായിട്ട് അവരോധിതനായി. ഇതും നോബിൾസിന് അംഗീകരിക്കാൻ സാധിക്കില്ല. കാരണം ഈ ഖുസ്രാവ് ഷാ ഒരു മുസ്ലിം ആണെങ്കിലും ഒരു കൺവേർട്ടഡ് മുസ്ലിമാണ്. പാരമ്പര്യമായിട്ട് മുസ്ലിമായിട്ടുള്ളൊരു വ്യക്തിയല്ല. മുൻപ് ഇയാൾ ഒരു ഹിന്ദു ആയിരുന്നു. പക്ഷേ പിന്നീട് മുസ്ലിമായിട്ട് അയാൾ കൺവേർട്ടഡ് ആയതാണ്. ഒരു ഹിന്ദുവിനോട് അല്ലെങ്കിൽ ഒരു ഹിന്ദു രാജാവാകുന്നതിനോട് അവർക്കൊട്ടും തന്നെ താല്പര്യമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ആ സ്ഥാനത്ത് നിന്നും ഈ വ്യക്തിയെ നീക്കം ചെയ്യണം. എങ്ങനെയാണ് നീക്കം ചെയ്യുക? മുമ്പ് നീക്കം ചെയ്തതുപോലെ പെട്ടെന്ന് കൊട്ടാരത്തിലേക്ക് ഇരച്ചു കയറി കുത്തിക്കൊല്ലാനൊന്നും സാധിക്കില്ല. കാരണം ഖുസ്രാവുവിൻ്റെ പക്കൽ ശക്തമായിട്ടുള്ള ഒരു സേനയുണ്ട്. അങ്ങനെ കുത്തിക്കൊല്ലാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ വിവരം അറിയും. കുറേ കൂടെ ശക്തനായിട്ടുള്ള മറ്റൊരു വ്യക്തിയെ കൊണ്ട് വേണം ഖുസ്രാവുവിനെ ഒതുക്കാൻ. ആരാണ് ഖുസ്രാവുവിനെ ഒതുക്കാനുള്ളത്? പഞ്ചാബിൻ്റെ ഗവർണർ ഗാസി മാലിക്. അദ്ദേഹം ശക്തനായിട്ടുള്ള ഒരു പോരാളിയാണ്. അദ്ദേഹത്തോടൊപ്പം തന്നെ ശക്തമായിട്ടുള്ള ഒരു സേനയുമുണ്ട്. ഗാസി മാലിക്കിന് മാത്രമാണ് ഇപ്പോൾ ഡൽഹി സുൽത്താനേറ്റിനെ സംരക്ഷിക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഈ ഗാസി മാലിക് പൂർണ്ണമായിട്ടുള്ള ഒരു മുസ്ലിമല്ല. അദ്ദേഹം ഹാഫ് ഹിന്ദുവും ഹാഫ് ടർക്കിഷ് ആയിട്ടുള്ള മുസ്ലിമുമാണ്. ടർക്കിഷ് ആയിട്ടുള്ള മുസ്ലിം എന്ന് പറയുമ്പോൾ അത് കുറച്ചുകൂടെ പവർഫുള്ളായിട്ടുള്ള ഒരു പാരമ്പര്യമാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ അമ്മ ജാട്ട് സമുദായത്തിൽപ്പെട്ടിട്ടുള്ള ഒരു ഹൈന്ദവ സ്ത്രീയായിരുന്നു. എങ്കിൽ പോലും നോബിൾസിന് ഈ ഗാസി മാലിക്കിനോട് ഒരു താല്പര്യം ഉണ്ടായിരുന്നു. കാരണം അവരുടെ മുൻപിൽ വേറൊരു ചോയ്സുമില്ല. ഒന്നുകിൽ ഖുസ്രാവുവിനെ അവർ അംഗീകരിക്കുക, അല്ലെങ്കിൽ പകുതി ടർക്കിഷ് ആയിട്ടുള്ള മുസ്ലിമായിട്ടുള്ള ഗാസി മാലിക്കിനെ അധികാരത്തിലേക്ക് കൊണ്ടുവരിക. നോബിൾസ് ഗാസി മാലിക്കിനെ നേരിട്ട് പോയി കണ്ടു. ഖുസ്രാവു ഒരിക്കലും ഒരു സുൽത്താനാകാൻ പാടില്ല. അദ്ദേഹത്തെ അവിടെ നിന്നും നീക്കം ചെയ്യണം. ഞങ്ങളുടെ അടുത്ത സുൽത്താൻ അത് താങ്കളാണ്, ഗാസി മാലിക്കാണ്. ഇത് കേട്ടതും ഗാസി മാലിക് ഒരു വലിയ സേനയുമായി ഡൽഹിയിലേക്ക് പുറപ്പെട്ടു. പിന്നീട് നടന്നത് ഒരു വലിയ ചരിത്രമാണ്. ഖിൽജി ഡൈനാസ്റ്റിയുടെ പതനമാണ് അവിടെ സംഭവിക്കുന്നത്. ഖിൽജി ഡൈനാസ്റ്റി ഇല്ലാതെയായി. പകരം പുതിയൊരു ഡൈനാസ്റ്റി ഉണ്ടായി വന്നു. വർഷം 1320 തുഗ്ലക് ഡൈനാസ്റ്റിയുടെ സ്ഥാപകനായി മാറി ഗാസി മാലിക്. അദ്ദേഹം സുൽത്താനായിട്ട് അവരോധിതനാകുന്നത് മറ്റൊരു പേരിലാണ്, ഗിയാസുദ്ദീൻ തുഗ്ലക്. പിന്നീട് 1414 വരെ തുഗ്ലക് ഡൈനാസ്റ്റി നീണ്ടുനിന്നു. തുഗ്ലക് പരിഷ്കാരം എന്നൊക്കെ നമ്മുടെ ഈ കാലഘട്ടത്തിലെ പല പരിഷ്കാരങ്ങളെയും നമ്മൾ കളിയാക്കാറുണ്ട്. വലിയ ആനക്കാര്യമായിട്ടൊക്കെ പറഞ്ഞ് പല കാര്യങ്ങളും ചെയ്യും.
എന്നാൽ അതൊക്കെ അവസാനം മണ്ടത്തരമായിട്ട് കലാശിക്കുകയാണ് ചെയ്യുന്നത്. അത്തരത്തിൽ മണ്ടത്തരങ്ങളായിട്ട് വിശേഷിപ്പിക്കപ്പെടുന്ന ഭരണ പരിഷ്കാരങ്ങൾ ഈ തുഗ്ലക് കാലഘട്ടത്തിലാണ് നടക്കുന്നത്. എന്നാൽ അതുമാത്രമല്ല തുഗ്ലക് കാലഘട്ടത്തിൽ വേറെയും ഒരുപാട് സംഭവ വികാസങ്ങൾ അരങ്ങേറിയിട്ടുണ്ട്. വളരെ രസകരമായിട്ടുള്ള അനവധി കാര്യങ്ങൾ ഇനിയും നമ്മൾ മനസ്സിലാക്കാനായിട്ടുണ്ട്. അടുത്ത ഭാഗത്തിനായി കാത്തിരിക്കാം. നിങ്ങൾക്ക് ഞാനൊരു 25 മെമ്മറി ട്രിക്കുകൾ പറഞ്ഞുതരാം. ഈ മെമ്മറി ട്രിക്കുകൾ ഉപയോഗിച്ച് എത്ര കടുകട്ടിയായിട്ടുള്ള വിഷയങ്ങളും വളരെ ഈസി ആയിട്ട് പഠിക്കാനും അത് ദീർഘനാളത്തേക്ക് നിങ്ങളുടെ ഓർമ്മശക്തിയിൽ സൂക്ഷിക്കാനും സാധിക്കുന്നതാണ്. ഈ 25 മെമ്മറി ട്രിക്കുകൾ ഒരു കോഴ്സിൻ്റെ രൂപത്തിൽ ബ്രൈറ്റ് കേരളൈറ്റിൻ്റെ വെബ്സൈറ്റിലും അതുപോലെ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനിലും ഇപ്പോൾ ലഭ്യമാണ്. 3000 രൂപയാണ് ഈ കോഴ്സിൻ്റെ ഫീ. എന്നാൽ നിങ്ങൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ 20% ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. അതിനുവേണ്ടി സ്ക്രീനിൽ കാണുന്നത് പോലെ മെമ്മറി 20 എന്ന പ്രോമോ കോഡ് ഉപയോഗിക്കുക. ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യുക.